എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനോയ് ജോർജ്. ഞാൻ തൊടുപുഴ MKNM ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. അതുകൂടാതെ പ്രയാൻ 2022 ബിസിനസ് സ്റ്റഡീസിൻ്റെ ടീം അംഗമാണ്. ഓക്കെ, അന്നേരം ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇന്ത്യയിലെ പ്രശസ്തമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്നതിന്, സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല മറ്റ് പല പ്രമുഖ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ കിട്ടുന്നതിന് സഹായിക്കുന്ന CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ കോച്ചിങ് ക്ലാസ് ഓൺലൈനായിട്ട് പ്രയാൻ 2022 എന്ന പേരിൽ CGAC കരിയർ ഗൈഡൻസ് അഡോളസൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ്. അതിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുക. ഇതിനു മുമ്പ് 2 ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്: ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, അതുപോലെ തന്നെ ബിസിനസ് ഫിനാൻസ്. അന്നേരം ഇന്ന് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, ഡയറക്റ്റിംഗ് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന GHSS ഹോസ്ദുർഗിലെ സോജി ചാക്കോ സാറാണ്. അടുത്തത് കൺട്രോളിംഗ് ക്ലാസ് കൈകാര്യം ചെയ്യുക GHSS ഷെറിയ അവിടുത്തെ സുപ്രീത് വി സാറാണ്. അതുകൂടാതെ ബിസിനസ് ഫിനാൻസ് കൈകാര്യം ചെയ്യുക രാജേന്ദ്രൻ KP സാർ, മിയ പദവ് SVVHSSലെ. അതുകൂടാതെ ബിസിനസ് സ്റ്റഡീസിലെ ടീം അംഗങ്ങളായ സന്ദീപ് സാർ, രാജേഷ് സാർ, പ്രസന്നകുമാരി ടീച്ചർ, അതുപോലെ CGAC ടീമിലെ അംഗങ്ങളായ മില്ലറ്റ് സാറും പ്രിയ ടീച്ചറും ടെക്നിക്കൽ സപ്പോർട്ടുമായിട്ട് ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നേരം സമയക്കുറവ് കൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്ന് ഈ ക്ലാസ്സിൽ നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുന്ന് ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഡയറക്റ്റിംഗിൻ്റെ ക്ലാസ് എടുക്കാൻ സോജി ചാക്കോ സാറിനെ ക്ഷണിക്കുന്നു. സോജി സാർ. സോജി സാർ. ഓക്കെ സാർ, ലൈവ് സ്ട്രീം വന്നപ്പോൾ എന്തോ പ്രോബ്ലം, അപ്ഡേറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയി. കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്യാനായ? റെഡിയാണ്, സ്റ്റാർട്ട് ചെയ്തോ. സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ. സോ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്റർ, ഈ ചാപ്റ്റർ ഐ തിങ്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് സാറാണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആദ്യമേ സന്ദീപ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇപ്പോൾ ചാപ്റ്റർ 40 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഏതായാലും പരീക്ഷയ്ക്ക് പഠിച്ചതാണ്, അതുകൊണ്ട് ജസ്റ്റ് റിവൈസ് ചെയ്യുക എന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു തന്ത്രം. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചതുപോലെയല്ല ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് പഠിക്കേണ്ടത് എന്ന കാര്യം ആദ്യമേ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കുക ആദ്യം തന്നെ. അപ്പോഴാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആൻസർ ചെയ്യാൻ കഴിയുക. അപ്പം അത് ബൈഹാർട്ടാക്കാനോ കുറേ ചോദ്യങ്ങൾ ബൈഹാർട്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ച് എന്താണ് കാര്യം എന്ന് നന്നായി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏത് ചോദ്യവും ഉത്തരം പറയാൻ കഴിയുന്നതാണ്. ഇപ്പൊ നമ്മൾ മാനേജ്മെന്റിന്റെ ആദ്യത്തെ 3 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു: പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ്. വിശദമായിട്ട് തന്നെ ഈ 3 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. 4ാമതായിട്ട് വരുന്ന ഫങ്ഷനാണ് ഡയറക്റ്റിംഗ്. അപ്പോൾ ഇതുവരെ നമ്മൾ മാനേജ്മെന്റ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. നമ്മൾ അതിനുള്ള സെറ്റിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ, നമ്മളൊരു സ്വിച്ച് ഇടുന്നത് പോലെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇപ്പോൾ ഡയറക്റ്റിംഗ് ഫംഗ്ഷനെ മാനേജ്മെന്റ് ഇൻ ആക്ഷൻ എന്ന് പറയാറുണ്ട്.
അപ്പോൾ മാനേജ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ബിസിനസ്സിലെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. സോ ഡയറക്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, സൂപ്പർവൈസിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് ദി എംപ്ലോയീസ്. എന്തിനു വേണ്ടിയാണ് അവർ ഇൻസ്പയർ ചെയ്യുന്നത്? നമുക്ക് നേരത്തെ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ പ്ലാനിങ്ങിൽ ഇങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി we are giving some instructions to employees. We are guiding the employee while they are doing their work, supervising them, and we are inspiring or motivating these employees. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിങ്ങിന് 3 എലമെന്റ്സ് ഉണ്ട്, 4 എലമെന്റ്സ് ഉണ്ട്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റിംഗിന്റെ 4 എലമെന്റ്സ്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ലെറ്റ്സ് ടേക്ക് ദ ഫസ്റ്റ് വൺ, സൂപ്പർവിഷൻ. അതിന്റെ വേർഡ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ 2 വാക്കുകൾ ചേരുന്നതാണ് സൂപ്പർവിഷൻ എന്ന ഒരു വാക്ക്. സൂപ്പർ ആൻഡ് വിഷൻ. ഇപ്പോ വേർഡ് മീനിങ് നമ്മൾ വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഓവർസീയിങ് ദി ആക്ടിവിറ്റി. ഒരു പ്രവൃത്തിയെ ഓവർസീ ചെയ്യാൻ, ഓവർസീയിങ് ദി ആക്ടിവിറ്റി. ഓക്കെ, സൂപ്പർവിഷൻ ഇൻ ദി ഓർഡിനറി സെൻസ് ഇറ്റ് മീൻസ് overseeing the activity. Just overseeing the activity is called supervision. GR Terry എന്ന മാനേജ്മെന്റ് വിദഗ്ധൻ പറയുന്നത് പ്രകാരമാണ്, സൂപ്പർവിഷൻ ഈസ് അച്ചീവിംഗ് ദി ഡിസൈർഡ് റിസൾട്ട്സ് ബൈ മീൻസ് ഓഫ് ഇന്റലിജന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ടാലൻസ്. ഓക്കെ, ഇൻ സൂപ്പർവിഷൻ ഈസ് അച്ചീവിംഗ് ഓഫ് ഡിസൈർഡ് റിസൾട്ട് by means of intelligent utilization of human talent. The supervisor oversees the work of workers in a factory. ഒരു ഫാക്ടറിയിലെ വർക്കേഴ്സ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഓവർസീ ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക. ഓക്കെ, ആൻഡ് അവർക്ക് വേണ്ട ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, വർക്കിംഗ് കണ്ടീഷൻസ് ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ സൂപ്പർവൈസർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിൽ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരാൾ എന്നർത്ഥമല്ല. നമ്മൾ ഓവർസീയിങ് ദ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇതുപോലെ ചിത്രത്തിൽ നിങ്ങൾ കാണുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതാണ്. അങ്ങനെ നോക്കി നിന്നാൽ പോരാ. ഇപ്പൊ മാനേജ്മെന്റില് സൂപ്പർവിഷൻ ഈസ് അൻ ഇന്റലിജന്റ് ഓവർസീയിങ്. വെറുതെ ഓവർസീ ചെയ്താൽ പോരാ. ഇറ്റ് ഈസ് അൻ ഇന്റലിജന്റ് ഓവർസീയിങ് ഓഫ് സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക്. ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളെ നമ്മൾ സൂപ്പർവൈസർ എന്നാണ് പറയുക. സൂപ്പർവൈസർ എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റിലെ ഒരു കണ്ണിയാണ്. സൂപ്പർവൈസർ, they belong to the lower level management. So in the hierarchy of management, they are the lowest position. സൂപ്പർവൈസറെ മറ്റു ചില പേരുകളും പറയും. ഫോർമാൻ, ഓവർസിയർ, സൂപ്പറിൻറ്റൻഡന്റ്, സെക്ഷൻ ഓഫീസർ, ഇങ്ങനെ പല പേരുകളിൽ നമ്മൾ സൂപ്പർവൈസറെ പറയും. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവൈസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വർക്കേഴ്സിന്റെ ജസ്റ്റ് മുകളിൽ വരുന്ന മാനേജ്മെന്റ് ലെവലാണ് സൂപ്പർവൈസർ. ഈ സൂപ്പർവൈസേഴ്സ് they are always in direct contact with workers. എപ്പോഴും വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. ടോപ്പ് ലെവലോ മിഡിൽ ലെവൽ മാനേജേഴ്സോ ഒന്നും വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നില്ല. വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. They are in direct contact with the workers. The importance of or functions or role of supervision. ഒന്നാമത്തേത്, they maintain day-to-day contact. വർക്കേഴ്സുമായിട്ട്
ദൈനംദിനം കോണ്ടാക്ട് ചെയ്യുന്നത്, നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് സൂപ്പർവൈസറാണ്. അപ്പോൾ സൂപ്പർവൈസറാണ് വർക്കേഴ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത്, ഗൈഡൻസ് കൊടുക്കേണ്ടത്, അവരെ ലീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത്. ഇതൊക്കെ സൂപ്പർവൈസറാണ്. ഇനി അവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പ്രീ ഡിറ്റർമൈൻഡ് ആയ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ പ്ലാനിങ്ങിൽ പഠിച്ചു അതിന്റെ സ്റ്റേജസ്. ഒരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ടതും സൂപ്പർവൈസറുടെ ചുമതലയാണ്. ഇപ്പൊ സൂപ്പർവൈസർ എന്ന് പറയുന്നത് വർക്കേഴ്സുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റിന്റെ കണ്ണിയാണ്. സെക്കൻഡ് ഈസ് ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. വർക്കേഴ്സിനെയും മാനേജ്മെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. വർക്കേഴ്സിനെയും മാനേജ്മെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് വർക്കേഴ്സിലേക്ക് എത്തിക്കുന്നത് സൂപ്പർവൈസറാണ്. ഇനി വർക്കേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ആണെങ്കിലും വർക്കേഴ്സിന്റെ ഗ്രീവൻസസ് ആണെങ്കിലും ഇതൊക്കെ മാനേജ്മെന്റിന് കൈമാറുന്നതും സൂപ്പർവൈസേഴ്സ് ആണ്. Okay, they are the link between workers and management. Then third function is they maintain group unity. The supervisor maintains group unity. Unity is strength എന്നാണ് നമ്മൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പഠിച്ചത്. Then fourth, ensures performance of work. വർക്കിന്റെ പെർഫോമൻസ്, അതിന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് എൻഷുർ ചെയ്യുന്നത് സൂപ്പർവൈസറാണ്. ഫിഫ്ത്ത് ഫംഗ്ഷൻ ഈസ് പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഇനി ഓഫ് ദ ജോബ് ട്രെയിനിങ് ആവശ്യമുള്ള എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇതൊക്കെ സൂപ്പർവൈസറാണ് ചെയ്യുന്നത്. സിക്സ്ത്, ദ മോട്ടിവേറ്റ് വർക്കേഴ്സ്. ഇപ്പൊ വർക്കേഴ്സിനുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സൂപ്പർവൈസറാണ് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. And seventh, feedback. They provide feedback to the middle and top level managers about workers and about the work. Next, second element of directing is motivation. Motivation എന്ന് പറയുന്നത് മോട്ടീവ് എന്ന വാക്കിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന ഒരു ടേം വന്നത്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ സം നീഡ്സ്, വാണ്ട്സ് ഓർ ഡ്രൈവ്സ് ഓർ ഇമ്പൾസസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ. വിശപ്പ് നമ്മുടെ ഒരു ഫീലിംഗ് ആണ്. ദാറ്റ് ഡ്രൈവ്സ് അസ് ടു ബിഹേവ് ഇൻ എ പെർട്ടിക്കുലർ വേ. ചിലർക്ക് വിശന്ന ദേഷ്യം വരും. ചില ആശാരിമാരൊക്കെ പറയുന്നത് വിശക്കുമ്പോൾ ദേഷ്യം വരും. അപ്പോ ഈ വിശപ്പ് എന്നത്, ഹംഗ്രി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ ഡ്രൈവ് that stimulates the person to behave in a different manner. They search for food. Okay, so motivation means inducing or stimulating people for better performance. Inducing or stimulating people for better performance by satisfying their needs or wants. ആളുകളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മോട്ടിവേഷനിലെ ബൈ ഡൂയിങ് ദ വർക്ക് ഇൻ ദി ബിസിനസ്, ബിസിനസ്സിലെ ഒരു ജോലി ചെയ്യുമ്പോൾ, ബിസിനസ്സിലെ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കുന്നു. ഇതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നേരിട്ട് അവരുടെ നീഡ് സാധിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ദേ ആർ എൻഗേജ്ഡ് ഇൻ സം വർക്ക്. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയിയുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരവസരം എംപ്ലോയിക്ക് ഒരുക്കി കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. മോട്ടിവേഷൻ മീൻസ് inducing or stimulating people for better performance by satisfying their needs or wants. Motivation, വില്യം ജി സ്കോട്ട് എന്ന മാനേജ്മെന്റ് തിങ്കർ മോട്ടിവേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾസ്. Stimulating people
to action to accomplish desired goals. So it means the process of making subordinates to act in a desired manner to achieve certain organizational goals. Business in the objectives അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. How can we induce them? By fulfilling the needs of employees, by helping them to fulfill their needs. പല ആവശ്യങ്ങൾ എംപ്ലോയീസിന് കാണും. ചിലപ്പോൾ ഒരു വീട് വേണമെന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ കാർ വേണമെന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു അംഗീകാരം വേണമെന്നായിരിക്കും ആഗ്രഹം. ഓക്കെ, ബൈ ബെറ്റർ പെർഫോമൻസ്, ഒരു അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിയുമ്പോൾ കമ്പനി മീറ്റിംഗ്സ് ഒക്കെ വിളിച്ചു കൂട്ടി അവരുടെ മുൻപിൽ വെച്ച് ഇവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഫങ്ഷൻസ് വലിയ ടൗണുകളിലൊക്കെ, ഇപ്പൊ പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള നഗരങ്ങളിലൊക്കെ ധാരാളം ഫങ്ഷൻസ് അങ്ങനെ നടക്കാറുണ്ട്. അവിടെ എംപ്ലോയീസിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് അവാർഡുകൾ കൊടുക്കും. ദാറ്റ് സാറ്റിസ്ഫൈ ദെയർ സൈക്കോളജിക്കൽ നീഡ് ഓഫ് റെക്കഗ്നീഷൻ. അപ്പൊ അങ്ങനെ റെക്കഗ്നീഷൻ കൊടുത്തുകൊണ്ട് അവരെ മാനേജ്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അവരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ മോട്ടിവേഷൻ മീൻസ് the process of making subordinates to act in a desired manner to achieve certain organizational goals. Motivation, 3 ടേംസ് ഉണ്ട് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടത്. 1 മോട്ടീവ്, 2 മോട്ടിവേഷൻ, 3 മോട്ടിവേറ്റേഴ്സ്. ഈ 3 ടേംസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കാം എന്തൊക്കെയാണ്. മോട്ടീവ് നമ്മൾ നേരത്തെ പറഞ്ഞു. മോട്ടീവ് എന്ന് പറയുന്നത് ഒരാളുടെ ഇന്നർ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്നർ സ്റ്റേറ്റ് ആണ്. വിശപ്പ് എന്നത് ഒരാളുടെ ഇന്നർ ഫീലിംഗ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ദാഹം ഒരാളുടെ ഇന്നർ ഫീലിംഗ് ആണ്. ഓക്കെ, ദ നീഡ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ ഒരാളുടെ ഇന്നർ ഫീലിംഗ് ആണ്. ഓക്കെ, ദാറ്റ് ഡ്രൈവ് ഓർ ഇമ്പൾസ് ആൻഡ് എനർജൈസസ് or activates the individuals to achieve certain goals. Motive എന്ന് പറയുന്നത് it is an inner state that drive individuals to achieve certain goals. അതായത് ഒരു ഇൻഡിവിജ്വലിനെ ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇന്നർ ഫീലിംഗ് ആണ് മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ചില കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് ചിലപ്പോൾ ബാഡ് ബിഹേവിയർ ചില കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലുള്ളത് അവന്റെ എന്തെങ്കിലും ഇത്തരം അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു മോട്ടീവായി. അവനൊരു ലവ് ആൻഡ് കെയർ കിട്ടുന്നില്ല. ഈ ലവ് ആൻഡ് കെയർ വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് ആദ്യം വീട്ടിൽ നിന്നാണ് കിട്ടുക, പിന്നെ അധ്യാപകരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്. അത് കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് കിട്ടുന്നില്ല എങ്കിൽ അവരെ ചിലപ്പോൾ അഗ്രസീവായിട്ട് പല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇതാണ് മോട്ടീവ് എന്ന് പറയുന്നത്. ഒരാൾക്കൊരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവ് ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന ഒരു ഇന്നർ ഫീലിംഗ് ആണ് മോട്ടീവ്. ഓക്കെ, നീഡ് ഫോർ ഫുഡ് അറൈസസ് ബിക്കോസ് ഓഫ് ഹങ്കർ. നമ്മൾ ഭക്ഷണം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബ്രേക്കിന്റെ സമയത്തോ ഒക്കെ പോകുന്നത് നമുക്ക് വിശപ്പ് എന്നൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ മോട്ടീവ് ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ് ദാറ്റ് ഡ്രൈവ് ഓർ എനർജൈസസ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾസ്. ഈ ആളുകളെ പ്രേരിപ്പിക്കുക, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുക. ഇപ്പൊ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒരു നീഡ് എന്തെങ്കിലും ഉള്ള ഒരു വ്യക്തിയെ മാത്രമേ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയൂ. വി ക്യാൻ മോട്ടിവേറ്റ് എ പേഴ്സൺ ഹു ഹാവ് എ നീഡ്. ഒരു നീഡും ഇല്ലാത്ത ഒരാളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, ഇനി ഒട്ടും സ്ഥലമില്ല, നമ്മൾ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കിട്ടി, നമ്മൾ അടിച്ച് മാറി നല്ല വയറൊക്കെ നിറച്ച് കൂട്ടപ്പനായിട്ടിരിക്കുന്നു, ഇനിയും മുമ്പിൽ ഒരു പ്ലേറ്റ് ബിരിയാണി കൂടെ വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. Okay, a satisfied need cannot motivate a person. A fully satisfied need cannot motivate a person. Then
തേർഡ് മോട്ടിവേറ്റേഴ്സ്. മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ മോട്ടിവേറ്റ് ചെയ്യാൻ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ചില ടെക്നിക്സ് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. അതിലൊരു മോട്ടിവേറ്റർ ആണ് പേ, ശമ്പളം, ബോണസ്, പ്രൊമോഷൻ, റെക്കഗ്നീഷൻ. ഇതൊക്കെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മോട്ടിവേറ്റേഴ്സ് ആണ്. ഓക്കെ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, അതായത് പേ, ശമ്പളം കൊടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. അവർക്കൊരു വീട് വേണം, അല്ലെങ്കിൽ കാറ് വേണം, അല്ലെങ്കിൽ അവരുടെ ബേസിക് കമ്മ്യൂണിറ്റീസിനുള്ള ഫണ്ട് വേണം. അതിനുള്ള ഫണ്ട് ആ ശമ്പളം കിട്ടുമ്പോൾ അവർക്ക് കിട്ടും. ശമ്പളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ ജോലി ചെയ്യണം. ഓക്കെ, ബോണസ് കിട്ടുന്നത് നന്നായി പെർഫോം ചെയ്യുമ്പോൾ, ബിസിനസ്സിന് നല്ല ലാഭം കിട്ടുമ്പോഴാണ് എംപ്ലോയീസിന് ബോണസ് കിട്ടുക. പ്രൊമോഷൻ കിട്ടുന്നത് ഒന്നുകിൽ കുറച്ച് വർഷം ബിസിനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ പ്രൊമോഷൻ കിട്ടും. റെക്കഗ്നീഷൻ, ഫോർ അച്ചീവിങ് ബെറ്റർ റിസൾട്ട്, ഫോർ ഗെറ്റിംഗ് ബെറ്റർ റിസൾട്ട് ദേ ഗെറ്റ് റെക്കഗ്നീഷൻ. അപ്പൊ ഇതെല്ലാം ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുമ്പോഴാണ് എംപ്ലോയീസിന് ഇതെല്ലാം കിട്ടുന്നത്, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്, ദാറ്റ് ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ്. മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ് ദാറ്റ് എനർജൈസസ് പേഴ്സൺ ടു വർക്ക്. ഒരാളെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇന്റേണൽ ഫീലിംഗ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ്. രണ്ടാമത്തത്, മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് goal directed behavior. It induces people to behave in such a manner that they can achieve their goals. അവരുടെ ലക്ഷ്യം, ഇൻഡിവിജ്വൽസിന്, ഓരോ എംപ്ലോയീസിനും അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുണ്ട്, അവരുടെ ആഗ്രഹങ്ങളുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിൽ അവര് ഒരു ഡിസൈഡ് മാനർ ജോലി ചെയ്യാൻ അവര് തയ്യാറാവും. ഓക്കെ, that induces or that produces goal-directed or goal-oriented behavior. Third feature, motivation can be positive or negative. Positive motivators und negative motivators und. Positive motivation provides some positive rewards like increase in salary, promotion, awards. Okay, salary increment കൊടുക്കുക, പ്രൊമോഷൻ കൊടുക്കുക, അവാർഡ് കൊടുക്കുക, ഇതൊക്കെ പോസിറ്റീവ് മോട്ടിവേറ്റേഴ്സ് ആണ്. നെഗറ്റീവ് മോട്ടിവേഷൻ പ്രൊവൈഡ്സ് നെഗറ്റീവ് റിവാർഡ്സ്. അതും റിവാർഡ്സ് എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ലൈക്ക് വാർണിംഗ്, പണിഷ്മെന്റ്, ഡിമോഷൻ, ഇതൊക്കെ കൊടുക്കുന്നത് നെഗറ്റീവ് മോട്ടിവേറ്റേഴ്സ് ആണ്. നെഗറ്റീവ് മോട്ടിവേറ്റേഴ്സ് എന്താണ്? അവരെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയല്ല, അവരെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവര് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മോട്ടിവേഷൻ. ഇതെല്ലാം നമുക്ക്, ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പക്ഷെ എംപ്ലോയീസിന് കിട്ടുമ്പോൾ അത് ചിലത് പോസിറ്റീവായിട്ട് കിട്ടും, മറ്റു ചിലത് നെഗറ്റീവായിട്ട് വരും. ഓക്കെ, എല്ലാ മോട്ടിവേഷന്റെയും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ലക്ഷ്യം എന്താണ്? ബെറ്റർ പെർഫോമൻസ്, അച്ചീവിങ് ദി ഗോൾ ഓഫ് ദി ബിസിനസ്. ദെൻ ഫോർത്ത്, കോംപ്ലക്സ് പ്രോസസ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. നമുക്ക് ഒരാളുടെ മോട്ടീവ് കാണാൻ കഴിയില്ല. നമുക്ക് മുഖം കാണാം, അയാളുടെ ശരീരവും കോംപ്ലക്ഷനും ഒക്കെ കാണാം, സംസാരം കേൾക്കാം, ഇതൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അയാളുടെ മോട്ടീവ്, അയാളുടെ മനസ്സിലെ ഫീലിംഗ് എന്താണ്, അയാൾക്ക് എന്താണ് ആഗ്രഹം, അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല, നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. It deals with human behavior. This human behavior differs from person to person. ഓരോ വ്യക്തികളും തമ്മിൽ ഹ്യൂമൻ ബിഹേവിയർ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നീഡ് ഓഫ് മോട്ടിവേഷൻ. ഒന്നാമത്തത്, മോട്ടിവേഷൻ ഇംപ്രൂവ്സ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് മോട്ടിവേഷൻ ആണ്. രണ്ടാമത്തത്, ഡെവലപ്മെന്റ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ബിസിനസ്സിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ മോട്ടിവേഷൻ സഹായിക്കും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് ബെറ്റർ പെർഫോമൻസിന് ആവശ്യമാണ്.
Third, reduce employee turnover. Employee turnover നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുന്നു അല്ലെങ്കിൽ രാജിവെക്കുന്നു, പകരം മറ്റൊരാൾ വരുന്നു. ഓക്കെ, ഈ എംപ്ലോയി ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യാൻ മോട്ടിവേഷൻ ആവശ്യമാണ്. ഓക്കെ, സോ വി ക്യാൻ സേവ് ദ കോസ്റ്റ് ഓഫ് ന്യൂ റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ്. പുതിയൊരു എംപ്ലോയി എടുത്താൽ അവരെ ട്രെയിനിങ് കൊടുക്കണം, ആ വർക്ക് പഠിപ്പിക്കണം, എന്നിട്ട് വേണം ബിസിനസ്സിൽ അവരെ പ്ലേസ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ചെലവ് കുറയ്ക്കാൻ എംപ്ലോയി ടേൺ ഓവർ നമുക്ക് മോട്ടിവേഷനിലൂടെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. Then fourth, reduce employee absenteeism. Proper motivation brings satisfaction among the employees. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. ഒരു സാറ്റിസ്ഫൈഡ് എംപ്ലോയി അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, സബോർഡിനേറ്റ്സിൽ നല്ല കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് വി ക്യാൻ സെക്യൂർ ദെയർ ലോയൽറ്റി ടു ദി ഓർഗനൈസേഷൻ. അങ്ങനെ ഓർഗനൈസേഷനോട് ലോയൽറ്റി ഉള്ള ഒരാൾ പരമാവധി ആബ്സെന്റ് ആകില്ല, അവര് ബിസിനസ്സിൽ വരും. കാരണം ദാറ്റ് gives them happiness. Okay, reduce employee absenteeism. Then fifth, helps to overcome resistance to change. Change. People always resist change. പ്രത്യേകിച്ച് ഒരു ജോലിയിലേക്ക് കയറി കുറെ വർഷമൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും ആഗ്രഹിക്കില്ല. So effective system of motivation helps to overcome such resistance to change. Motivated employees think of the positive side of new changes. Motivated employee ആണെങ്കിൽ, നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയി ചിന്തിക്കുക ആ മാറ്റം കൊണ്ട് വരുന്ന പോസിറ്റീവ് എഫക്റ്റ് എന്തൊക്കെയാണ്. ആൻഡ് ദേ വിൽ കോപ്പറേറ്റ് വിത്ത് മാനേജ്മെന്റ്. ദെൻ മോട്ടിവേഷൻ, ഒന്നുകൂടി പോയിന്റ്സ്. മോട്ടിവേഷൻ ഇംപ്രൂവ്സ് പെർഫോമൻസ്, ഡെവലപ്മെന്റ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ, നാലാമത്തത് റിഡ്യൂസസ് എംപ്ലോയി ആബ്സെന്റീസം, അഞ്ചാമത്തത് ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അബ്രാഹം എച്ച് മാസ്ലോ ഒരു US സൈക്കോളജിസ്റ്റ് ആണ്. ഈ അബ്രാഹം എച്ച് മാസ്ലോ ഹ്യൂമൻ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്യും. അബ്രാഹം എച്ച് മാസ്ലോ ഹ്യൂമൻ നീഡ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും, അതിനെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യും. ഇപ്പൊ മാസ്ലോ പറയുന്നത് നീഡ്സ് ആർ ബിഹൈൻഡ് ദി ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അയാളുടെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അയാളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ്, അതാണ് അയാളെ ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് എ ഫുള്ളി സാറ്റിസ്ഫൈഡ് നീഡ് കനോട്ട് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. ഒരു ഫുള്ളി, നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫുള്ളി വയർ നിറച്ചുള്ള ബിരിയാണി അടിച്ചു, പരമാവധി കഴിച്ചു, 2 പ്ലേറ്റ് ബിരിയാണിയും കഴിച്ചു, ഒറ്റ എടുക്കുന്നു. ഇനി കൊണ്ടുപോയി ബിരിയാണി കൊടുത്താൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല, ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. എ ഫുള്ളി സാറ്റിസ്ഫൈഡ് നീഡ് കനോട്ട് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. മൂന്നാമത് ഹ്യൂമൻ നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 കാറ്റഗറീസ്. 5 കാറ്റഗറീസ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, എളുപ്പം നമുക്ക് പോകാം. ആദ്യത്തെ ലെവൽ ഫിസിയോളജിക്കൽ നീഡ്സ്, രണ്ടാമത്തെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, മൂന്നാമത്തെ സോഷ്യൽ നീഡ്, നാലാമത്തെ എസ്റ്റീം നീഡ്, ആൻഡ് ലാസ്റ്റ് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അതിൽ ഒന്നാമത്തെ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് മിനിമം വേണ്ടത്. ഒന്ന് ഫുഡ്, 2 ഷെൽട്ടർ, 3 ക്ലോത്തിങ്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് 3 ഇതിനെയാണ് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ, സ്ലീപ്പ്, ഇതൊക്കെ ഉറക്കവും പ്രൈമറി നീഡാണ്. ഉറക്കമില്ലാതെ 16 മണിക്കൂർ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം സ്ലീപ്പ് എന്ന് പറയുന്നതും ഒരാളുടെ ബേസിക് നീഡാണ്. ഓക്കെ, സോ ഇൻ ആൻ ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റ് ബേസിക് സാലറി helps them to satisfy these needs. ബേസിക് സാലറി കൂടാതെ റെസ്റ്റ് ഇന്റർവെൽസ് ഉണ്ട് ജോലിക്കിടയ്ക്ക്, അതും ബേസിക് നീഡ് ഓഫ് റെസ്റ്റ്, വിശ്രമം എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ്. രണ്ടാമത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. They consist of need for protection. പ്രൊട്ടക്ഷൻ വേണ്ടത് ഒന്ന് ഫിസിക്കൽ ഡേഞ്ചറിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം.
രണ്ട് എക്കണോമിക് സെക്യൂരിറ്റി വേണം. ഇപ്പം എല്ലാം നമ്മൾ ഓൺലൈനാണ്, ബാങ്കിങ് ഇടപാടുകളൊക്കെ ഓൺലൈനാണ്. അവിടെ നമുക്ക് എക്കണോമിക് സെക്യൂരിറ്റി വേണം, ഫിസിക്കൽ ഡേഞ്ചറിൽ നിന്നുള്ള സെക്യൂരിറ്റി വേണം. ദെൻ ഫിസിക്കൽ സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫയർ, ആക്സിഡന്റ്, ഇതൊക്കെ ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ പെടുന്നു. എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇൻഷുറൻസ്, ഇതൊക്കെ എക്കണോമിക് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. മൂന്നാമത്തത് സോഷ്യൽ ഓർ അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്നെസ് നീഡ്. സോഷ്യൽ നീഡ്, അഫിലിയേഷൻ നീഡ്, ബിലോങ്ങിങ്നെസ് നീഡ്. They refer to affection, sense of belongingness, acceptance and friendship. നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത്, മനുഷ്യനെ കുറിച്ച് പറയുന്നത്. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് കൂട്ടുകാരുണ്ട്, അതുപോലെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലാണ്, നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. സമൂഹത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. Okay, we want to be accepted by various groups. A cordial relation with the colleagues satisfy these needs. വർക്കേഴ്സുമായിട്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള നല്ല ബന്ധം, സുപ്പീരിയേഴ്സുമായിട്ടുള്ള നല്ല ബന്ധം, ഓക്കെ, അതൊക്കെ എംപ്ലോയീസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. Then esteem needs. These needs are the desire for status, prestige. സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് വേണം, അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് വേണം, ഒരു ഡിഗ്നിറ്റി വേണം. ഓക്കെ, സെൽഫ് റെസ്പെക്ട്, ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പെക്ട് ഫ്രം അതേഴ്സ്, ഇതൊക്കെ എസ്റ്റീം നീഡ്സ് ആണ്. ദി ഓർഗനൈസേഷൻ ക്യാൻ ഹെൽപ്പ് എംപ്ലോയി ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് ബൈ റെക്കഗ്നൈസിങ്, അവരെ അംഗീകരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ. അവരുടെ നല്ല പെർഫോമൻസ് കാണുമ്പോൾ അവരെ അംഗീകരിക്കുക, പരസ്യമായിട്ട് രഹസ്യമായിട്ട് പോരാ, പരസ്യമായിട്ട് അവരെ അംഗീകരിക്കുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുക. അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, പെർഫോമൻസ് ബോണസ് കൊടുക്കുക. ഇതൊക്കെ ഈ എസ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റിന് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്രൈവ് ടു ബിക്കം what one is capable of becoming. ഒരാൾക്ക് എത്താൻ കഴിയുന്ന അത്രയും നേട്ടം കൊയ്ത് ഉയരത്തിലെത്തുക എന്ന ഒരാഗ്രഹമാണ്. These needs include growth, self-fulfillment and achievement of goals. ലക്ഷ്യം നേടുക. ഒരു അത്ലറ്റ് ആണെങ്കിൽ നമുക്ക് അതില് മെഡൽ നേടുക, അതാണ് അവരുടെ ലക്ഷ്യം, വേൾഡ് മെഡൽ. Self-actualization needs. So, basic needs we can satisfy by providing basic salary. Organizational context നമ്മൾ പറഞ്ഞാൽ അടിസ്ഥാന ശമ്പളം, അത് ഒരാളുടെ ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായ സാലറിയാണ് ഈ ബേസിക് സാലറി. രണ്ടാമത്തേത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് എന്ന് പറയുമ്പോൾ അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയാണ് പെൻഷൻ പ്ലാനുകൾ, ഇൻഷുറൻസ് പ്രീമിയംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രാറ്റുവിറ്റി, ഇതൊക്കെ സെക്യൂരിറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അഫിലിയേഷൻ, കോർഡിയൽ റിലേഷൻ വിത്ത് കൊളീഗ്സ്, സഹപ്രവർത്തകരുമായ നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ. എസ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ജോബ് ടൈറ്റിൽ, നല്ല ഒരു ജോബ് ടൈറ്റിൽ കൊടുക്കുക. സ്വീപ്പർ ആണെങ്കിൽ വെറുതെ സ്വീപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, അതിന് നല്ല അട്രാക്റ്റീവായ ജോബ് ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് അവരുടെ ഒരു എസ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉള്ള ഒരു മാർഗമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ദെൻ നെക്സ്റ്റ്, അപ്പോ മാസ്ലോ പറയുന്നത് ഇതില് ഫസ്റ്റ് ലെവൽ നീഡ് ഒരു പരിധിവരെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ വ്യക്തി അടുത്ത ലെവൽ നീഡിനെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് മാസ്ലോ പറയുന്നത്. The needs are satisfied in a hierarchy. Then next we can see the incentives. Employees-നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. In order to satisfy the needs and to motivate employees, managers offer various incentives. പല ഇൻസെന്റീവ്സും ഉപയോഗിക്കും.
So incentives means all measures which are taken to motivate employees. Employees-നെ motivate ചെയ്യാനും അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഉപയോഗിക്കുന്ന എല്ലാ മാർഗങ്ങളെയും നമ്മൾ ഇൻസെന്റീവ്സ് എന്ന് പറയും. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻസെന്റീവ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ ഒന്ന് പേ ആൻഡ് അലവൻസസ്, രണ്ടാമത്തത് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്സ്, മൂന്നാമത്തത് ബോണസ്, നാലാമത്തത് പ്രോഫിറ്റ് ഷെയറിംഗ്, അഞ്ചാമത്തത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. ഈ കാറ്റഗറി തിരിച്ച് പഠിക്കണം. നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെന്റ്, job enrichment, employee recognition, job security, employee participation, employee empowerment. Next element of directing is leadership. In a business organization, leadership may be defined as the process of influencing the behavior of employees at work towards the accomplishment of organizational objectives. അല്പം സ്പീഡ് കൂട്ടുന്നു, 7:40 എന്നോട് സമയം പറഞ്ഞത്. So leadership is the ability of a manager to induce subordinates to work with confidence and zeal. Kuntz and O'Donnell പറയുന്ന ഈ ചില പേരുകളൊക്കെ, ചില മാനേജ്മെന്റ് ഓതേഴ്സിന്റെ പേരുകൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ അവർ കൊട്ടേഷൻസ് ചോദിക്കാം. ഇനി ലീഡർഷിപ്പിന്റെ പ്രത്യേകതകൾ. ഒന്ന്, leadership indicates the ability of an individual to influence others. ഒരാൾക്ക് മറ്റൊരാളെ സ്വാധീനിക്കാനുള്ള കഴിവാണ്. രണ്ട്, leadership tries to bring change in the behavior of others. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ്. Leadership indicates interpersonal relations between leaders and followers. നാലാമത്തേത്, leadership aims to achieve common goals of the organization. അഞ്ചാമത്തത്, leadership is a continuous process. Next, importance of leadership. ഒന്ന്, they influence the behavior of people. Good leaders, they always produce good result through their followers. Followersൽ കൂടി അവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്. Okay, not compelling, നിർബന്ധിച്ചുകൊണ്ടല്ല. രണ്ടാമത്തേത്, they maintain personal relation. A leader maintains personal relations and help followers in fulfilling their needs. വ്യക്തിപരമായ ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നു. Third, introduce change in the organization. Leader plays a key role in introducing changes in the organization. നേരത്തെ പറഞ്ഞു, resistance to change, എതിർപ്പുണ്ടാവും ചേഞ്ചിനോട്. അപ്പോൾ ആ ചേഞ്ചിനോട് എതിർപ്പില്ലാതെ ആ ചേഞ്ച് നടപ്പിലാക്കാനുള്ള ഒരു കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നാലാമത്തത്, ഹാൻഡിൽസ് കോൺഫ്ലിക്ട്സ്. ലീഡർ ഹാൻഡിൽസ് കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ ലീഡർക്ക് കഴിയും. പ്രൊവൈഡ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. ലീഡർ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, നോളജ്, അറിവുണ്ടായിരിക്കണം. അതായത് ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയണം എന്നല്ല. അവര് മാനേജ് ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ സൂപ്പർവൈസർക്ക് ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ടായിരിക്കണം. അയാൾ ഏത് വർക്കാണോ സൂപ്പർവൈസ് ചെയ്യുന്നത് ആ വർക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജ് ആ ഒരു സൂപ്പർവൈസർക്ക് ഉണ്ടായിരിക്കണം. ഒരു എംപ്ലോയി സംശയം ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യാനുള്ള അറിവ്, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോഴാണ് ലീഡർഷിപ്പ് എഫക്റ്റീവ് ആകുന്നത്. ഇന്റഗ്രിറ്റി, ഇനീഷ്യേറ്റീവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കില്ല്, മറ്റൊരു മോട്ടിവേഷൻ സ്കില്ല് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽസ്, എമ്പതി, ഇതൊക്കെയാണ് ഒരു ലീഡർക്ക് വേണ്ട പ്രധാനപ്പെട്ട ചില ക്വാളിറ്റീസ്. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒന്ന്, ഫിസിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, വിശദമായിട്ട് പറയുന്നില്ല. നോളജ് പറഞ്ഞു, ഇന്റഗ്രിറ്റി,
should possess high level of integrity and honesty. സത്യസന്ധരായിരിക്കണം. Okay, they should be a role model to others. മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കണം. Initiative. They have courage and initiative so that we can grab the opportunities. Then communication skills. ലീഡർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. നല്ല മോട്ടിവേറ്റർ ആയിരിക്കണം ലീഡർ. ഏഴാമത്തത് ലീഡർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമുക്കുള്ളതേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ലീഡർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഫോളോവേഴ്സിന് എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്? അപ്പോ സെൽഫ് കോൺഫിഡൻസ് ലീഡർക്ക് ഉണ്ടായിരിക്കണം. Social skill. Okay, they should be able to understand the people and maintain good human relations with them. Empathy. Okay, think from others' point of view. മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കുക. These are the qualities of a good leader. And the fourth element is communication. Communication, communist എന്ന വേർഡിൽ നിന്നാണ് വരുന്നത്. കോമൺ എന്ന അർത്ഥത്തിലാണ്. ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഡയറക്റ്റിംഗിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻസ് ആൻഡ് ഇമോഷൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ടു ക്രിയേറ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സോ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇങ്ങനെയാണ്. ഫസ്റ്റ് സെൻഡറുടെ മനസ്സിലൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു. ഐഡിയയെ ഒരു മെസ്സേജ് ആക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ എൻകോഡിങ്. എൻകോഡിങ് നമ്മൾ ഏത് മീഡിയമാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് വി വിൽ എൻകോഡ് ദ മെസ്സേജ്. ദെൻ ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ മീഡിയ. മീഡിയയിലൂടെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ വൈൽ റിസീവിംഗ് ദ റിസീവർ ഇറ്റ് ഷുഡ് ബി ഡീകോഡഡ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മളൊരു കാര്യം പറയുന്നു, ഫോൺ അതിനെ കോഡ് ചെയ്യുന്നു, അതിനെ സിഗ്നൽ തരംഗങ്ങളാക്കി മാറ്റി റിസീവറുടെ ഫോണിൽ എത്തിക്കുന്നു. ഇനി റിസീവർ ആ തരംഗം നമുക്ക് തന്നാൽ പോരാ, അതിനെ വോയിസ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ടെക്സ്റ്റ് ആയിട്ട് അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നത് ഡീകോഡിങ്. ദെൻ ഫീഡ്ബാക്ക്. ഷുഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. സോ ഇൻ ദി പ്രോസസ് ഓഫ് എൻകോഡിങ് there will be disturbance which is called noise. So just 7:45 ആയേ. ഓക്കെ സർ, ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി എത്ര മിനിറ്റ് തുടരാൻ കഴിയും? മാക്സിമം 2 മിനിറ്റ്. 2 മിനിറ്റ്. ഓക്കെ സർ, എന്നാൽ ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ സർ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻഡ് ആയ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് എമംഗ് ദി മെമ്പേഴ്സിൽ നിന്നും നമ്മുടെ പേഴ്സണൽ ഫേസ് ടു ഫേസ് കോൺടാക്ട്, അതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. ഓക്കെ, വി ക്യാൻ വൈൻഡ് അപ്പ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ സർ. അടുത്തത് കൺട്രോളിംഗ് ചാപ്റ്ററിന്റെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് സുപ്രീത് സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് സർ. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് കൂടുതലൊന്നും ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല. ഓൾറെഡി ടൈമിൻ്റെ 7:45 നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഷെയർ സ്ക്രീൻ ചെയ്യാം. സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ, ശരി. ദെൻ നമ്മുടെ 8ാമത്തെ യൂണിറ്റ് ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്ന യൂണിറ്റ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, കൺട്രോളിംഗ്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ കൂടുതൽ ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല.
വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് വൺ വേർഡ് മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരാവുന്ന ചെറിയ രീതിയിൽ അതിന്റെ മീനിങ്ങും അതോടൊപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസും ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഈ സ്ലൈഡിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. കൂടാതെ ബാക്കി നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും സെൻഡ് ചെയ്തു തരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇതിലുള്ള സിലബസ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് കൺട്രോളിങ്ങിന്റെ വളരെ കൂടുതലൊന്നുമില്ല, വളരെ ചെറിയ സിലബസ് ആണ്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്, relationship between planning and controlling, steps in the process of control, techniques of controlling. ഈ 4 ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആയിട്ടുള്ളത്. ദെൻ അതിൽ ഒന്നാമത്തത് കൺട്രോളിങ്. കൺട്രോളിങ് എന്നുള്ളത് എന്താണ് കൺട്രോളിങ് എന്ന വാക്കിന്റെ മീനിങ്? ഓക്കെ, നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, കൺട്രോളിങ് എല്ലാ സ്ഥലത്തും ആവശ്യം വരുന്നതാണ്. എങ്കിലും അതിന് എന്തോ ഓർഡർ വൈസ് ആക്കുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന സ്റ്റെപ്പാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. As you know, controlling is the process through which management ensures that the actual performance conforms to the planned performance. Okay, അതായത് ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും ഒരുപോലെയാണ്, അല്ലെങ്കിൽ അതിൽ കൺഫേം ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി അത് അങ്ങനെ ഒരു കൺഫർമേഷൻ മാത്രമല്ല, ഇറ്റ് ഡിസ്കവേഴ്സ് ദ ഡീവിയേഷൻ ഫ്രം ദ റിസൾട്ട് എക്സ്പെക്റ്റഡ്. ഓക്കെ, നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ, ഫസ്റ്റ് മാനേജ്മെന്റ് ഫംഗ്ഷനിൽ കുറെ സ്റ്റാൻഡേർഡ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, അതായത് നമ്മൾ വർക്കൊക്കെ ചെയ്ത് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു വരുമ്പം ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും, അങ്ങനെ കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള ഡീവിയേഷൻസ് ഉള്ള കാരണം എന്തൊക്കെയാണ്, ഓൾസോ ഐഡന്റിഫൈ ദ റീസൺസ് ഫോർ ഡീവിയേഷൻ. റൈറ്റ്, വെറും ഡീവിയേഷൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക മാത്രമല്ല, അങ്ങനെ ഡീവിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നും, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഡീവിയേഷൻസ് ഇനി ഫ്യൂച്ചറിൽ ഒക്കർ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്നുള്ളതും കൂടി കൺട്രോളിങ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഭാഗമാണ്. അതായത് സിംപ്ലി കൺട്രോളിങ് ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം സർവേ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പോസ്റ്റ്മോർട്ടം സർവേ വെറും പോസ്റ്റ്മോർട്ടം സർവേ മാത്രമല്ല, ഭാവിയിൽ ബെറ്റർ പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോളിങ്, നമ്മൾ കൺട്രോളിങ്ങിലൂടെ ചെയ്യുന്നത്. റൈറ്റ്, ദെൻ നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് അത്രയും ആലോചിച്ച് വെക്കുക. മീനിങ് കൃത്യമായി മനസ്സിലാക്കി വെക്കണം, കാരണം ആ മീനിങ് വെച്ച് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനുള്ള സാധ്യതയുണ്ട്. കൺട്രോളിങ്ങിന്റെ മീനിങ് വെച്ചിട്ട് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്യാൻ പിന്നെ ക്വസ്റ്റ്യൻ. റൈറ്റ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. റൈറ്റ്, നിങ്ങളുടെ സിലബസിലുള്ള ഒന്നാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്? കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. എനിവേ, കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്പർ 1, accomplishing organizational goals. ഓക്കെ, ഓർഗനൈസേഷണൽ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതായത് കൺട്രോളിംഗ് മെഷേഴ്സ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ഓൺ ഡീവിയേഷൻസ്. റൈറ്റ്, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടായാൽ അതിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുകയും പിന്നീട് ഓർഗനൈസേഷന് വീണ്ടും ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. accomplishing the organizational goals. Then second one, judging accuracy of standards. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോളിങ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡുമായിട്ട് നമ്മുടെ പെർഫോമൻസ് മാച്ച് ആവുന്നുണ്ടോ, ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ്. സോ കൺട്രോളിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്, ഇറ്റ് ജഡ്ജസ് ദി അക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. കൺട്രോളിംഗ് helps to check the accuracy of standards in changing environment, which helps to revise the standards if needed. Okay, changing environment നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്നു. റൈറ്റ്, ജഡ്ജിങ് അക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. Then third one, efficient use of resources. Right, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് കൺട്രോളിങ്ങിന്റെ. കൺട്രോളിംഗ് seeks to reduce wastage of resources. എഫക്റ്റീവ് കൺട്രോൾ ഓർഗനൈസേഷൻ അകത്തുണ്ടെങ്കിൽ അത് എന്ത് റെഡ്യൂസ് ചെയ്യുന്നു?
റിസോഴ്സിന്റെ എഫിഷ്യന്റ് യൂസിന് സഹായിക്കുന്നു, വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എലിമിനേറ്റ് ചെയ്യുന്നു, റൈറ്റ്. Then improving employee motivation. അടുത്തത് improving employee motivation. Controlling ensures employee awareness regarding what is expected to do and what is the standards fixed on him, so that he will be motivated to give better performance. ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിന്റെ മാക്സിമം പെർഫോമൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൺട്രോളിങ് സഹായിക്കുന്നു. കാരണം ഓരോ ആളിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്ത് വെച്ച് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അയാൾ എത്രത്തോളം ആ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് അയാൾ മീറ്റ് ചെയ്തു എന്നും കൺട്രോളിങ് എന്നുള്ള സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഇംപ്രൂവിംഗ് എംപ്ലോയീസ് മോട്ടിവേഷൻ. Then employee motivation. Then fifth one ensures order and discipline. This cast watch on the activities of all employees. അതറിയാം, നമുക്ക് കൺട്രോളിംഗ് ഉണ്ടാവുമ്പോൾ എല്ലാ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി ഒരു ക്ലോസ് വാച്ച് ഉണ്ടാവുന്നു. അത് ഓർഗനൈസേഷനിൽ ഒരു ഓർഡറും ഡിസിപ്ലിനും ഉണ്ടാക്കുന്നു. Then sixth one, to coordinate the activities of different persons and department, an effective system of control is necessary. ഒരു കോർഡിനേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവിടെ ഒരു കൺട്രോളിംഗ്, ഒരു എഫക്റ്റീവ് കൺട്രോളിംഗ് സിസ്റ്റം ആവശ്യമാണ്. ദ കോർഡിനേഷൻ. ഓക്കെ. Then decision making. The process of control is complete when corrective actions are taken. It will lead to make better decision in future. ഫ്യൂച്ചറിൽ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോളിംഗ് സഹായിക്കുന്നു. കാരണം കൺട്രോളിംഗ് എന്നുള്ള സ്റ്റെപ്പിലൂടെയാണ് ഡീവിയേഷൻസ് അനലൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീവിയേഷൻസ് റീസൺ എന്താണെന്നും ഭാവിയിൽ ബെറ്റർ ഡിസിഷൻ എടുക്കാനും കൺട്രോളിംഗ് എന്നുള്ള പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കാരണം ചിലപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇമ്പോർട്ടൻസ് അല്ല. കാരണം ഇതിൽ നിന്ന് അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എന്നല്ല, ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നും നമുക്ക് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രം എക്സ്പെക്ട് ചെയ്യേണ്ടത്. അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷൻ ഗോൾസ്, ജഡ്ജിംഗ് അക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്, എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ഇംപ്രൂവിംഗ് എംപ്ലോയി മോട്ടിവേഷൻ, എൻഷുർസ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ, കോർഡിനേഷൻ, റൈറ്റ്. നെക്സ്റ്റ് അതിൽ നിന്നുള്ള one word question, just ഒന്ന് നോക്കുക. It is a process of ensuring that event conform to plans. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. കൺട്രോളിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, അതിന്റെ മീനിങ് പഠിച്ചു വെച്ചാൽ കിട്ടുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ഇവന്റ്സ് കൺഫേംസ് ടു ദ പ്ലാൻ. താഴെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് events conform to plan. Controlling is the process of ensuring that events conform to plans, right? വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് നമ്മൾ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫീച്ചർ വെച്ചിട്ട്, which one of the following is not a feature of controlling? Which one of the following is not a feature of controlling? താഴെ പറയുന്നവയിൽ കൺട്രോളിംഗ് എന്ന ഒരു ഫംഗ്ഷന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? ഓക്കെ, അത് ഒന്ന് കണ്ടിന്യൂസ് പ്രോസസ്, ആക്ഷൻ ഓറിയന്റഡ്, കീപ്പിംഗ് എംപ്ലോയീസ് ബിസി, പാസീവ് ഫംഗ്ഷൻ. ഇപ്പൊ നിങ്ങൾ ഈ ഒബ്ജക്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു എൻട്രൻസ് എക്സാം പോലെയുള്ള ഒരു എക്സാമിനൊക്കെ നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് കൺഫ്യൂഷൻ ആണ്, കുറച്ച് കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കും ഓപ്ഷൻസ്. ഓക്കെ, അതിൽ നിങ്ങൾ ഏറ്റവും ആപ്റ്റ് ആവുന്നത് ഏതാണോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന് ചിലപ്പോൾ പലതും ആൻസർ തോന്നിക്കുന്നുണ്ട് എങ്കിലും അതിൽ ഏറ്റവും ആപ്റ്റ് ആവുന്നത് ഏതാണ് അത് സെലക്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അതും ഒരു ഇന്റലിജന്റ് ആണ്, റൈറ്റ്. ഇതില് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, എല്ലാ തുടർച്ചയായിട്ടുള്ള നടക്കുന്നതാണ്. ആക്ഷൻ ഓറിയന്റഡ്, കീപ്പിംഗ് എംപ്ലോയീസ് ബിസി, പെർവാസീവ് ഫംഗ്ഷൻ. നെക്സ്റ്റ്, yes, which one of following is not an importance of controlling function? Which of the following is not an importance of controlling function? താഴെ പറയുന്നവയിൽ കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലാത്തത് ഏത്? ഇറ്റ് ഈസ് എൻഷുർസ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. നമ്മൾ പറഞ്ഞതാണ്, അത് കൺട്രോളിംഗിന്റെ ഒബ്ജക്റ്റീവ് ആണ്, സോറി ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ് റെസ്ട്രിക്ട്സ് കോർഡിനേഷൻ ഇൻ ആക്ഷൻ. ശ്രദ്ധിക്കണം, ആ വേർഡ് ഇറ്റ് റെസ്ട്രിക്ട്സ് കോർഡിനേഷൻ ഇൻ ആക്ഷൻ എന്നാണ്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇറ്റ് കോർഡിനേഷൻ ഇൻ ആക്ഷൻ അങ്ങനെ നോക്കാൻ പാടില്ല. കൃത്യമായിട്ടും അതിന്റെ മീനിങ് എന്താണ് നോക്കുക ഓരോ ഓപ്ഷന്റെയും. ഇറ്റ് ഹെൽപ്സ് ഇൻ ജഡ്ജിങ് അക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഇറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയി മോട്ടിവേഷൻ. ആൻസർ സെക്കൻഡ് ആണ്. ഇറ്റ് റെസ്ട്രിക്ട്സ് ദ കോർഡിനേഷൻ, നോട്ട് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ് ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. ഇറ്റ് റെസ്ട്രിക്ട്
coordination in action. It restricts coordination in action. Restricts എന്നുള്ളൊരു ടേം അവിടെയുണ്ട്, ഒരു വേർഡ് അവിടെയുണ്ട്. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ആ ഓപ്ഷന്റെ കറക്റ്റ് മീനിങ് നിങ്ങൾ വായിക്കണം. വളരെ ഫാസ്റ്റ് വായിച്ചു പോയാൽ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. Then controlling is related to, അടുത്തൊരു ക്വസ്റ്റ്യൻ, controlling is related to results, right? Controlling എന്തിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇൻഡിവിജ്വലോ തിങ്സോ മാനേജേഴ്സോ ആയിട്ട് റിലേറ്റ് ചെയ്തുവാണെങ്കിൽ പറയാം, പക്ഷെ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എ ആണ്. കൺട്രോളിംഗ് ഇസ് റിലേറ്റഡ് ടു റിസൾട്ട്സ്. ദെൻ നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. അപ്പൊ ഇങ്ങനെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ മീനിങ് എന്താണെന്ന് നോക്കുക, ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുക. അപ്പൊ താഴെ പറയുന്നതിൽ ഇമ്പോർട്ടൻസ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ മീനിങ് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദർ. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിങ്ങിന്റെയും കൺട്രോളിങ്ങിന്റെയും റിലേഷൻഷിപ്പ് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ്, റൈറ്റ്? ഇത് ചാൻസ് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സിലബസിലുള്ളതുമാണ്. പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ്. The entire planning process will turn to be waste unless adequate control measures are exercised. Okay, if there is not an adequate effective controlling system, what we planned is meaningless and waste. Okay, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ വേസ്റ്റ് ആയി പോകും എന്തില്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനകത്ത് കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് ഇല്ല എങ്കിൽ. ഓക്കെ, സോ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് അതല്ലേ interdependent and inseparable. Planning and controlling are interdependent and inseparable. Planning and controlling interdependent ആണ്, പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതാണ്, inseparable ആണ്, right? Inseparable, without controlling there is no planning, without planning there is no control. അതുകൊണ്ടാണ് inseparable എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. Planning and control are interdependent and inseparable functions of management. Without a plan there is nothing to control. Thus planning is useless without control and controlling useless without plan. Okay, interdependent inseparable ആണ്. Then interrelated and reinforce each other. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, റൈറ്റ്? പ്ലാനിങ് മേക്സ് കൺട്രോളിംഗ് ഈസിയർ ആൻഡ് എഫക്റ്റീവ്. കൺട്രോളിംഗ് റിവ്യൂസ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് പ്ലാൻസ് ആൻഡ് കോൾസ് ഫോർ ഇംപ്രൂവ്മെന്റ് ഫ്യൂച്ചർ. ഓക്കെ, റീഇൻഫോഴ്സ് ചെയ്യുന്നു, അതായത് പ്ലാനിങ്ങിലുള്ള എന്തെങ്കിലും പ്രോബ്ലം കൺട്രോളിംഗ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടെത്തുകയും അത് റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു, ഇംപ്രൂവ്മെന്റിന് സഹായിക്കുകയും ചെയ്യുന്നു. ദെൻ looking ahead and looking back. Okay, planning is looking ahead while controlling is looking back. Planning മുന്നിലോട്ട് നോക്കലും controlling looking back ആണ്. എന്ത് പറഞ്ഞാലും കൺട്രോളിങ്ങിനെ അങ്ങനെ ലുക്കിംഗ് ബാക്ക് എന്ന് മാത്രം പറയുന്നതിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, കാരണം കൺട്രോളിങ്ങും ഒരു പരിധി വരെ ഫോർവേഡ് ലുക്കിംഗ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. സോ 3 ടേംസ് ആണ് പറയുന്നത്. പ്ലാനിങ്ങും കൺട്രോളിംഗ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ്. ഇന്റർഡിപെൻഡന്റ് ആൻഡ് ഇൻസെപ്പറബിൾ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുമാണ് ഇൻസെപ്പറബിൾ. ഇന്റർറിലേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ഈച്ച് അതർ, ലുക്കിംഗ് അഹെഡ് ആൻഡ് ലുക്കിംഗ് ബാക്ക്. ഓക്കെ, ദെൻ which of the following is not an importance of controlling? For example, നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, സോറി. Then controlling process. ഇതും സിലബസിലുള്ള ഒന്നാണ്. ഇതിലും ഈ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സിന്റെ, അത് ഏത് ഇതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സ്റ്റെപ്സ് ആണെങ്കിൽ സീക്വൻസ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഡിഫറെന്റ് സീക്വൻസ് അല്ലെങ്കിൽ വേറെ തരും, അത് ഏത് സീക്വൻസ് ആണോ ഓർഡർ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും പ്രോസസ് ഉണ്ടാകും. അത് മാത്രമാവണമെന്നില്ല, അതിന്റെ മീനിങ് ചോദിക്കാറുണ്ട്. എനിവേ, ഇതിന്റെ സ്റ്റെപ്പ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു. മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, മെഷർ ചെയ്തതിനു ശേഷം ആ ആക്ച്വൽ പെർഫോമൻസും കമ്പയർ ചെയ്യുന്നു. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ഇനി എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുന്നു. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണുള്ളത്. ജസ്റ്റ് അതിനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഒന്നാമത്തെ കൺട്രോളിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് to setting standards of performance, അല്ലെങ്കിൽ setting performance standards to achieve the goals. Standards of performance have to be determined in planning itself. Planning എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫിക്സ്, അതിൽ തന്നെ
ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് തന്നെ പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് in concrete and tangible forms which will make evaluation process easy. Okay, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നവരെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ടാൻജിബിൾ ഫോമിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഇവാലുവേഷൻ പ്രോസസ് ഈസി ആക്കുകയും കൺട്രോളിങ് കുറച്ചും കൂടി എളുപ്പമാക്കുകയും ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ 1000 പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, ഒരു യൂണിറ്റ് 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ₹100 ആക്കണം. ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അത് ഹലോ സാർ, കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ ഓക്കെ, ഷെയർ ഉണ്ടോ സാർ? ഇപ്പോൾ ഇല്ലല്ലോ, ഷെയറിംഗ് ഇല്ല. 1 minute. ഷെയറിംഗ് ആയി സാർ. ഓക്കെ അല്ലേ? Yes, qualitative standards and quantitative standards. Okay, then qualitative standards means standards can also be intangible form like the results expected from a training program, loyalties of work. ഇതൊക്കെ നമുക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡേർഡുകളാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ബെറ്റർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യലാണ്. ദെൻ അതിപ്പം ആദ്യം പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. സെക്കൻഡ് മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കൺട്രോളിംഗ് പ്രോസസിന്റെ ഭാഗം എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഷുഡ് ബി മെഷേർഡ്. ഓക്കെ, എല്ലാ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് comparison of actual performance with standards. Already standard fix ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ 2 നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നു. ഇനി അതിനെ കമ്പയർ ചെയ്യാണ്. ആക്ച്വൽ പെർഫോമൻസും ഫസ്റ്റും സെക്കൻഡും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും നമ്മൾ കമ്പയർ ചെയ്യാണ്. അതായത് ആക്ച്വൽ പെർഫോമൻസും ദെൻ സ്റ്റാൻഡേർഡ് പെർഫോമൻസും കമ്പയർ ചെയ്യുന്നു. ദെൻ അങ്ങനെ ഇതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്യുന്നു. ഫോർത്ത് സ്റ്റെപ്പ് analyzing the deviation. The extent of deviations and causes of such deviations are to be found out. കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻ കണ്ടെത്തുകയും ആ ഡീവിയേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ദെൻ അതിന്റെ മെത്തേഡ്സ് ഓഫ് അനലൈസിങ് ഡീവിയേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അതായത് രണ്ട് തരത്തിലാണുള്ളത്. Number 1, critical point control. Okay, critical methods of analyzing deviations of key areas, right? Critical point control and management by exception. Critical point control. Critical point control means the control measure should be focused on key results areas. അതായത് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കീ റിസൾട്ട്സ് ഏരിയയിലായിരിക്കണം. അതായത് മോസ്റ്റ് നമ്മൾ കീ റിസൾട്ട് ഏരിയ ക്രിട്ടിക്കൽ പോയിന്റുകളിലായിരിക്കണം കൺട്രോൾ ചെയ്യുക. ഓക്കെ, control measures കൊണ്ടുവരേണ്ടത്. This KRS means critical result areas at the critical point. If anything wrong at this critical point, the entire organization will suffer. So control measures should be more focused. Control measures focus. അതിൽ താഴെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ 5% increase in labor cost is a serious matter and increase in postal charge. കാരണം ഇവിടെ കീ റിസൾട്ട് ഏരിയ എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് ആണ് ഏതിനേക്കാളും പോസ്റ്റൽ ചാർജിനേക്കാളും. ഓക്കെ, അതൊക്കെ റിലേറ്റീവ് ആണ്. കാരണം ഒരു പോസ്റ്റൽ ചാർജ് ഒരു കൊറിയർ സർവീസിന്റെ കേസിൽ കൊറിയർ സർവീസ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ പോസ്റ്റൽ ചാർജും കീ ഏരിയ ആണ്. റിലേറ്റീവ് കൺസെപ്റ്റ് ആണ്. എനിവേ എക്സാമ്പിൾ പറയുമ്പോൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ്
management by exception or control by exception. ഇതൊക്കെ വൺ വേർഡ് ചോദിക്കാനുള്ള നല്ല സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഏരിയ ആണ്. Management by exception or control by exception. All deviations need not be brought to the attention of top management. എല്ലാ ഡീവിയേഷൻസും ടോപ്പ് മാനേജ്മെന്റ് അറ്റൻഷനിലേക്ക് കൊണ്ടുവരണമെന്നില്ല. All deviations need not be brought to the attention of top management. Okay, only those deviations which seems exceptionally high and which cannot be easily solved by lower level management alone should be reported to top management. Okay, അതായത് സംതിങ് എക്സെപ്ഷണൽ, അത് കുറച്ചും കൂടി ഹൈ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ചും കൂടി എക്സെപ്ഷണൽ കേസുകൾ മാത്രം ആര് കൺട്രോൾ ചെയ്താൽ മതി? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ബാക്കിയുള്ളവർ ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് കൂടെ. അത് മാനേജ്മെന്റ് എക്സെപ്ഷൻ എന്ന് പറയാം. ദെൻ നമ്മൾ സ്റ്റെപ്സിലാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. രണ്ടാമത്തെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ദെൻ ഫോർത്ത് റിസൾട്ട് അനലൈസ് ചെയ്യുന്നു, ഡീവിയേഷൻസ് അനലൈസ് ചെയ്യുന്നു. Analyze ചെയ്ത ശേഷം fifth step, the last step, is taking corrective actions. As soon as the deviations are reported, it is the duty of executive to take steps to correct the past action so that deviation may not occur again and the plans are properly executed. Okay, കഴിഞ്ഞ പോയതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇനി നെക്സ്റ്റ് പ്ലാനിലേക്ക് വേണ്ടിയിട്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക എന്നുള്ള പ്രോസസ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. റൈറ്റ്. Then process ഒന്നും കൂടി വായിക്കാം. Setting performance standard, measurement of actual performance, then comparison of actual performance with standard, analyzing deviation, taking corrective actions. Right. Then അതിൽ ഉണ്ടായേക്കാവുന്ന questions, comparison of actual performance with the planned performance become easier if the standards are set in. Okay, അതായത് ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും കമ്പയർ ചെയ്യാൻ എളുപ്പം എങ്ങനെ ആയാലാണ്. ഓക്കെ, അതായത് ആ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ ആയാലാണ്. റൈറ്റ്. ക്വാളിറ്റേറ്റീവ് ടേമിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണോ, ഏതായാലും അല്ലെങ്കിൽ നൺ ഓഫ് ദി എബോ. ആൻസർ നമ്മൾ ഡിസ്കസ് പറഞ്ഞു തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് എങ്കിൽ വി ക്യാൻ ഈസിലി കമ്പയർ ദ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. Then അതേപോലെ സീക്വൻസ് ചോദിക്കാറുണ്ട്. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ കൺട്രോളിംഗ് പ്രോസസ്. ഓക്കെ, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിംഗ് പ്രോസസ്സിൽ ഉള്ള സ്റ്റെപ്സ് അത് അതേപോലെ പഠിക്കുക. അത് ചിലപ്പോൾ 2-3 സ്റ്റെപ്സ് വരും, ചെറിയ അത് ആ പ്രോസസ് അതേപോലെ സീക്വൻസ് പഠിക്കുക. ഇത് സി ആണ് ആൻസർ. ഓക്കെ, ദെൻ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. റൈറ്റ്. Shager runs a travel company. Shager ഒരു travel company run ചെയ്യുന്നു. The tour in charges of each trip in the company are expected to submit a report to the event manager on the completion of every trip. Okay, അതായത് ഒരു ട്രാവൽ കമ്പനി ഷേഗർ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു ടൂർ ഇൻചാർജിനെ അയാൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ ട്രിപ്പും കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ഇവന്റ് മാനേജർ ഐഡന്റിഫൈ ദ സ്റ്റെപ്സ് ഇൻ ദ കൺട്രോൾ പ്രോസസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി എബോ ലൈൻസ്. ഏത് സ്റ്റെപ്പാണ് എബോ ലൈൻസ് ഡിസ്ക്രൈബ് ചെയ്തത്? സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണോ? അല്ലല്ലോ, കാരണം ഇതിൽ അയാൾ റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് എന്നതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനല്ല, അനലൈസിന്റെ ഡീവിയേഷൻ അല്ല, ആക്ച്വൽ പെർഫോമൻസ് എന്താണെന്ന് മെഷർ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുകയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ദ ആൻസർ ഈസ് ബി. സോ വി ക്യാൻ എക്സ്പെക്ട് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു. ദെൻ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന്, only those deviations which seems exceptionally high are brought into the attention of management. What kind of control measures here? Only those deviations which seem exceptionally high are brought into the attention of management. What kind of control measures mentioned here? നമ്മൾ പറഞ്ഞു തന്നെയാണ്, കുറച്ചും കൂടി എക്സെപ്ഷണലി ഹൈ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് നമ്മളെ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പം ആ കറക്റ്റ് മീനിങ്ങിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ആ കറക്റ്റ് ആ മീനിങ് തന്നെയാണ് ചോദിച്ചുള്ളത്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷന്റെ മീനിങ് ആണ് ക്വസ്റ്റ്യൻ. ഓൺലി ദോസ് ഡീവിയേഷൻസ് which seem exceptionally high are brought into the attention of management. What kind of measures mentioned here? Management by exception, right? Then one more is the reducing the workers absenteeism in a factory by 20% is an example of reducing workers absenteeism
in a factory by 20% is an example of quantitative standard, qualitative standard, deviation, quantitative standard ആണ് ഒരു ഒരു റിജിഡ് ആയിട്ടുള്ള ടേം പറയുന്നുണ്ട്. 20% ഡിക്രീസ് എന്ന് പറയുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേം ആണ്, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് ആണ്. റൈറ്റ്. ഓക്കെ, ദെൻ ഇതിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ടെക്നിക് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോഴും നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ചാൻസ് ഉള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ എന്ന ഭാഗത്ത് നിന്നാണ് കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം കുറേ ആണ് പറയുന്നത്. അതിൽ തന്നെ മോഡേൺ ടെക്നിക്സ് ഉണ്ട്, ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഗ്രൂപ്പിംഗ് ഉണ്ടാവാൻ ചിലപ്പം എന്തൊക്കെയാണ് ട്രഡീഷണൽ താഴെ പറയുന്ന ഗ്രൂപ്പുകളിൽ ഏതൊക്കെയാണ് ട്രഡീഷണൽ ടെക്നിക്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധ്യതയുള്ള ഒന്ന്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സാധനം കൂടിയാണ് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. ദെൻ കൺട്രോളിംഗ് ടെക്നിക്സ്, ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾ പഠിച്ചതാണ് ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ്. ദെൻ അതിൽ എന്താണ് ട്രഡീഷണൽ ടെക്നിക്സ്? 4 പറയുന്നത്: പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. ട്രഡീഷണൽ ടെക്നിക്സ് ആണ്. ട്രഡീഷണൽ ഞാൻ മുൻപേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്സ്. ഓക്കെ, ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല അല്ല, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ട്. റൈറ്റ്. പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. റൈറ്റ്. അതിൽ ഒന്നാമത്തത് പേഴ്സണൽ ഒബ്സർവേഷൻ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ മെഷർ ആണ്. ഓൺ ദി എംപ്ലോയി മേ ക്രിയേറ്റ് പേഴ്സണൽ ഒബ്സർവേഷൻ. അയാൾ വർക്ക് ചെയ്യുമ്പം അയാളെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ, എംപ്ലോയീസിനെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒബ്സർവ്. പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയാം. അത് ചിലപ്പം അവർക്കൊരു സൈക്കോളജിക്കൽ പ്രഷറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. ദെൻ സെക്കൻഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. ഇറ്റ് ഈസ് അനദർ കൺട്രോൾ. നമ്മൾ പറയുന്നത് ടെക്നിക്സ് ഓഫ് കൺട്രോൾ ആണ്. എങ്ങനെ കൺട്രോൾ മെഷേഴ്സ് ആണ്. റൈറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് ചാർട്ട്സ്, ഗ്രാഫ്, ടേബിൾസ് എക്സെട്ര enable the managers to interpret them and to make comparison. ഓക്കെ, ഒരു എംപ്ലോയീസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, അവരുടെ എംപ്ലോയീസ് പെർഫോമൻസിനെ പറ്റിയുള്ള ചാർട്ട്, ഗ്രാഫ് തുടങ്ങിയൊക്കെ ഉണ്ടാക്കുക. Then the break even analysis. The level of operation where the total revenue are equal to total cost is called a break even point. ചോദിക്കാം break even point എന്താണെന്നുള്ളത്. The level of operation where total revenue or sales are equal to total cost is called the break even point. At this point, sales volume of the firm makes no profit, no loss. Okay, അതായത് ഈ BEP ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ്, ബഡ്ജറ്ററി കൺട്രോൾ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺട്രോളിംഗ് ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയാം. ബഡ്ജറ്ററി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, ഒരു കൺട്രോളിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നു. ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആക്ച്വൽ പെർഫോമൻസും കമ്പയർ ചെയ്യുന്നു. പലതരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ട്. സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, ഇങ്ങനെ മാസ്റ്റർ ബഡ്ജറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ബഡ്ജറ്റുകളുണ്ട്. ഓക്കെ, ഇത് ഈ ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സ്. അപ്പൊ ഇവിടെ നിന്നും നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്, താഴെ പറയുന്നവയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തരാം. ഈ 4 വെച്ചുള്ള ഒരു ഗ്രൂപ്പ് തരാം. ഒന്ന് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു മോഡേൺ ടെക്നിക്കിൽ നിന്നും ഒരു കൺട്രോളിംഗ് ടെക്നിക്ക് തരാം. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് 4 എന്താണെന്ന് പഠിക്കുക. ഈ 4 ട്രഡീഷണൽ ടെക്നിക്സ് ആണ് എന്ന് പഠിക്കുക. പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബഡ്ജറ്ററി കൺട്രോൾ, ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോഡേൺ ടെക്നിക്സ്. മോഡേൺ ടെക്നിക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. This technique is used to ensure the capital investment is properly utilized or not in order to get a reasonable amount of return. Right. Return of investment എന്ന് പറയുന്നത്, this technique is used to ensure the capital investment is properly utilized in or not in order to get a reasonable amount of return. A reasonable amount of profit നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറവാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം, നമുക്ക് ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ പ്രോബ്ലം ഉണ്ട് എന്നാണ് അർത്ഥം. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഫോർമുല നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു മോഡേൺ ടെക്നിക് റേഷ്യോ അനാലിസിസ് ആണ്. കൺട്രോളിംഗ് ടെക്നിക് ആണ്.
This is a simple technique used for analyzing and interpreting the data contained in financial statements. Okay, financial statement എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ന്യൂമറിക്കൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് പല റേഷ്യോസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ഡൺ ത്രൂ കാൽക്കുലേറ്റിംഗ് അക്കൗണ്ടിംഗ് റേഷ്യോസ്. ഓക്കെ, അക്കൗണ്ടിംഗ് റേഷ്യോസ് ഉണ്ടാക്കുകയും ആ അക്കൗണ്ടിംഗ് റേഷ്യോ ഇന്റർപ്രിറ്റ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന മെഷറിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയാം. ദെൻ അതിൽ തന്നെ അക്കൗണ്ടിംഗ് റേഷ്യോ പല തരത്തിലുള്ള റേഷ്യോസ് ഉണ്ട്, റൈറ്റ്? ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ഇങ്ങനെ പലതരത്തിലുള്ള റേഷ്യോ ഉണ്ട്. അതിൽ ഒന്നാമത്തത് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി ചിലപ്പോൾ ഇതിൽ നിന്നും ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ലിക്വിഡിറ്റി റേഷ്യോ, കാരണം ഈ കൺട്രോളിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഏരിയ ഈ ഒരു ഏരിയ മോഡേൺ ടെക്നിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. Liquidity ratio, it is used to ascertain the short-term solvency of business. Okay, it is used to ascertain the short-term solvency of business. Business in the short-term solvency അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ratio ആണ് liquidity ratio. It shows the ability of business to meet its short-term obligation in time. അതായത് അതിന്റെ ഷോർട്ട്-ടേം ഡെപ്റ്റുകളൊക്കെ തീർക്കാനുള്ള അതിന്റെ എബിലിറ്റിയെ ആണ് ലിക്വിഡിറ്റി റേഷ്യോ കാണിക്കുന്നത്. ഇപ്പൊ കറന്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഈ കറന്റ് റേഷ്യോ ഒക്കെ ഫേവറബിൾ ആണ് എന്ന് പറയാൻ 2:1 ഒക്കെ ആണെങ്കിൽ അതിന് ഫേവറബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്, റൈറ്റ്? അത് അക്കൗണ്ട്സിൽ ചിലപ്പോൾ FS ഉള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. എനിവേ ആ റേഷ്യോസ് എന്താണെന്ന് നോക്കുക. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഷോർട്ട് ടേം സോൾവൻസി അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് സോൾവൻസി റേഷ്യോ. Solvency ratio here means long-term solvency, which refers to ability to meet all liabilities, right? അതായത് long-term liability meet ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റിയെ അളക്കുന്ന മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണ് സോൾവൻസി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടൈം 16 ആയി. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, it is calculated to know the profitability in relation to sales or capital in the business. Okay, organizationന്റെ profitability എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അതിന് എക്സാമ്പിൾ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ടോട്ടൽ സെയിൽസ് റേഷ്യോ. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, റൈറ്റ്? Then turnover ratio. Turnover ratio എന്ന് പറഞ്ഞാൽ it reflects the speed at which resources are utilized in effective sales. സെയിൽസുമായി ബന്ധപ്പെട്ട റേഷ്യോ. ഇനിവേ അതിന്റെ നെയിംസ് ഒന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് ടേൺ റേഷ്യോ. ടേൺ തന്നെ ഇൻവെന്ററി ടേൺ ഡെപ്റ്റേഴ്സ് ടേൺ ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആയ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റൈറ്റ്? ദെൻ നെക്സ്റ്റ് തേർഡ് റെസ്പോൺസിബിലിറ്റി. മോഡേൺ ടെക്നിക് ആണ്. മോഡേൺ ടെക്നിക്കിൽ നമ്മൾ ഫസ്റ്റ് responsibility account in which different sections or departments in an organization has taken as responsibilities and days. Very important. What is responsibilities and days എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. It is a system of accounting in which different sections or departments in an organization are taken as responsibility centers. Responsibility center ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതായത് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത് അത് കോസ്റ്റ് സെന്റർ ആവാം, റവന്യൂ സെന്റർ ആവാം, പ്രോഫിറ്റ് സെന്റർ ആവാം, റൈറ്റ്? കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലൊക്കേഷൻ, എ പേഴ്സൺ, എ ഡിപ്പാർട്ട്മെന്റ് ഓർ ഐറ്റം ഓഫ് എക്യുപ്മെന്റ് ഫോർ വിത്ത് കോസ്റ്റ് ഈസ് ascertained. വായിച്ചു പോവാം. സെന്റർ, ദെൻ റവന്യൂ സെന്റർ ആൻഡ് പ്രോഫിറ്റ് സെന്റർ. ഓക്കെ, കോസ്റ്റ് സെന്റർ, റവന്യൂ സെന്റർ ആൻഡ് പ്രോഫിറ്റ് സെന്റർ. ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി സെന്റർ ഉണ്ടാക്കുകയും അതിനൊരു ആളുടെ ചാർജ് കൊടുക്കുകയും ചെയ്യും, റൈറ്റ്? ദെൻ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ വേറെ മോഡേൺ ടെക്നിക്കാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഡിറ്റ് ഇസ് അനദർ ടെക്നിക്. ഇറ്റ് ഈസ് നെസസറി ടു ഇവാലുവേറ്റ് എഫിഷ്യൻസി ഓഫ് management to ascertain whether the performance of management is according to expected lines, right? ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് ആ മീനിങ് ആണ്. അതായത് it evaluate the efficiency of management. Okay, management efficiency evaluate ചെയ്യുന്ന modern controlling technique അതാണ് management audit. Okay, it is necessary to evaluate the efficiency of management to ascertain whether the performance of management is according to expected lines. Expected lines ൽ തന്നെയാണോ managers performance ചെയ്യുന്നതിനുള്ള ഒരു management audit, right? Management audit reviews the achievements of management.
in evaluation technique ഫോം ഒന്ന് ഫുൾ ഒന്ന് പഠിച്ചു വെക്കുക. അനാലിസിസ് ആണ് രണ്ടും. Then next management information system. Next management information system. Manage information data information for management management സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. ഹലോ സാർ, കേൾക്കുന്നില്ലേ? ഹലോ ബിനോയ് സർ. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ സർ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ. യെസ്, കാണുന്നുണ്ടല്ലോ. കാണാം സാർ. ഓക്കെ. യെസ്, PERT ആൻഡ് CPM. Then അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക. പ്രോഗ്രാം എവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക് ആണ്. ഗ്രൂപ്പ് ചെയ്യാൻ വന്നാലും നോക്കുക. ദെൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പറഞ്ഞതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓൺ എ റിയൽ ടൈം ബേസിസ്, റൈറ്റ്? ദെൻ what will be the corrective action for defective material? Defective material corrective action എന്തായിരിക്കും? Okay, extra question ആണ്. Change in quality specification for the material used. ആൻസർ ചേഞ്ച്, ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുക, പ്രൈസ് ചേഞ്ച് ചെയ്യുക എന്നല്ല, അതിനുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻ. ഡിഫക്റ്റീവ് മെറ്റീരിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് അതിനൊരു ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. Right. Then which one of the following is not applicable to responsibility accounting? So this is responsibility accounting വരാത്തത്. Investment center, accounting center, profit center, cost center. Accounting center ആണ് revenue center, profit center, cost center, investment center, responsibility accounting ന്റെ ഭാഗം ആണ്. Right. The last one more question. Reducing the workers absenteeism in a factory by 20% is an example of. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, കൺട്രോളിംഗ് ഏകദേശം alright. വിനോയ് സർ, പ്രിയ ടീച്ചർ. സാർ കഴിഞ്ഞോ? കഴിഞ്ഞു. കൺട്രോളിംഗ് സോൺ. ഹലോ, പിന്നെ നെക്സ്റ്റ് ക്ലാസ് രാജേന്ദ്ര സാർ എടുക്കേണ്ടത്. അത് സാറ് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്ലിയർ ആവുന്നു. കുറച്ച് സൗണ്ട് കുറവുണ്ടെന്ന് തോന്നുന്നു. അതെയോ? ഓക്കെ ഇല്ല സൗണ്ട് ഉണ്ട് സാർ. ഓക്കെ ഓക്കെ, ഞാനത് നെക്സ്റ്റ് ഇതിലുള്ള അവസാനത്തെ തേർഡ് സെക്ഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട. അതും കൂടി ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ കാണിക്കാം. കേൾക്കുന്നുണ്ടല്ലോ ടീച്ചറെ? കേൾക്കാം സാർ. ഓക്കെ, സന്ദീപ് സാറെ കാണാലോ? സാർ കാണാം സാർ. ഓക്കെ ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് എന്റെ ഇത് കട്ടായി പോയിട്ടു, അതാണ് സംസാരിക്കാൻ പറ്റാതിരുന്നേ. ഓക്കെ 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 ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ബിസിനസ് ഫിനാൻസ് യൂണിറ്റ് 9 ബിസിനസ് ഫിനാൻസ്. ഓക്കെ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് ഫിനാൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വരുന്ന ഭാഗങ്ങൾ ബിസിനസ് ഫിനാൻസിന്റെ മീനിങ്, റോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ് എന്നുള്ളത്, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. കാരണം പല തരത്തിലുള്ള ക്വസ്റ്റ്യന് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കൺട്രോളിങ് എന്നുള്ള ടോപ്പിക് പോലെയല്ല, അല്ലെങ്കിൽ മറ്റ് ടോപ്പിക് പോലെയല്ല, വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗത്തേക്ക് കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഫിനാൻസിന്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ നന്നായി പഠിച്ചു വന്ന കുട്ടികളാണ്, എക്സാം ഒക്കെ എഴുതി വന്ന കുട്ടികളാണ്. എനിവേ ജസ്റ്റ് ഒന്ന് ഇതിന്റെ റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. റൈറ്റ്, ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാനം ഇട്ട് തരാം ഗ്രൂപ്പിലേക്ക്. ഫിനാൻസ് റെഫേഴ്സ് ടു മണി, ക്യാഷ് ഓർ ഫണ്ട് അവൈലബിൾ ടു ക്യാരി ഔട്ട് ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് it is the money, cash or fund available to carry out business operation. Business operation നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. Right, then it is the lifeblood of business. As we know, it is the lifeblood of business. A business enterprise requires funds at different stages. ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണെന്ന് പറയാൻ കാരണം അതിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ എന്താവശ്യമാണ്, each and every moment എന്താവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണ്. ഇറ്റ്സ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. Then ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ബിസിനസ് ഫിനാൻസ് എന്നുള്ള ആ ഒരു ടേം പഠിക്കുക. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ദ ഫിനാൻസ് അവൈലബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് ഓപ്പറേഷൻസ്, ബിസിനസ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണത്തിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അത് ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് പ്ലാനിങ്, organizing, directing and controlling financial activities. Okay, financial activitiesനെ പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, it involves the procurement and utilization of funds and distribution of earning to owners. Very important ആണ്. It involves the procurement of funds, the utilization of fund and to the distribution of earnings to owners. Right, then importance of financial management and importance.
the size and composition of fixed assets just ഒന്ന് വായിച്ചു പോകുന്നു. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. The amount of current asset എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്നത് തൽക്കാലം. Then objectives of financial management, very important. Objectives of financial management. Financial management objective എന്താണ്? Then അതിൽ രണ്ട് ഒബ്ജക്റ്റീവ് ആണ് വളരെ പ്രധാനപ്പെട്ടത് പറയുന്നുള്ളത്. Number 1, profit maximization. Objectives of financial management. Number 1, profit maximization. The financial management should ensure maximum return on investment to the shareholders. Okay, അത് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയാം. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇത് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. എനിവേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വെൽത്ത് മാക്സിമൈസേഷൻ ഇതാണ് അതിന്റെ മോഡേൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ് മസ്റ്റ് ബി. ഫിനാൻഷ്യൽ മാനേജറിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ്. ഓണേഴ്സിന്റെ വെൽത്ത്, ബിസിനസിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ദെൻ ഇക്വേഷൻ വിടാം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാൻ? ഇതും നിങ്ങളുടെ ഇതിന്റെ ഏതിലുള്ള സാധനമാണ്? സിലബസിൽ ഉള്ള റൈറ്റ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. റൈറ്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ ഈസി ആയിട്ട് ആ മീനിങ് നോക്കിക്കോളൂ. വെൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് എംപ്ലോയ്ഡ് ഇൻ ഫിനാൻസ് ഇറ്റ് ഈസ് കാൾഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഓക്കെ, ഈ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഫിനാൻസ് എന്നുള്ള ടേമിലേക്ക് എംപ്ലോയ് ചെയ്യുമ്പം അതിന് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ദി എസ്റ്റിമേഷൻ, പ്രൊക്യൂർമെന്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്. എങ്ങനെ അതായത് financial planning involves the estimation, procurement and utilization and administration of funds. Okay, right, the objective is to ensure that in right objective that enough funds are available at right time. Financial planning ensures that enough are available right. Objectives of financial planning to ensure availability of funds whenever required. അതാണ് ഫിനാൻഷ്യൽ പ്ലാൻ ഒബ്ജക്റ്റീവ്. എപ്പോഴാണോ ഫണ്ട് ആവശ്യമുള്ളത് ആ സമയത്തേക്ക് ഫണ്ടിന്റെ അവൈലബിലിറ്റി ഉണ്ടാകുക. Short term use of the organization. Next, to ensure that does not ഫേമിന് പണം അല്ലെങ്കിൽ ആവശ്യമുള്ളത് ആ സമയത്ത് എത്തിച്ചു കൊടുക്കുക. സന്ദീപ് മാഷ്, ഹലോ ഹലോ, സാറേ കേൾക്കുന്നില്ലേ ടീച്ചറെ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു റേഞ്ചിന്റെ പ്രോബ്ലം ആണോ? നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സാറേ നെറ്റ് പ്രോബ്ലം ഉണ്ട്. കാണാൻ പറ്റുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല. ഹലോ, സാറേ ഇപ്പൊ കേൾക്കാം. ക്ലിയർ അല്ല സാർ. Okay, ensure that the firm does not resource unnecessary ആയിട്ട് firm എന്ന് റേസ് ചെയ്യുന്നില്ല. കാണാൻ പറ്റുന്നില്ല ടീച്ചറെ? കാണുന്നുണ്ട് സാറേ. Okay, okay. It has to minimize the loss due to idle fund in the organization. Like organizational വെറുതെ പണം കെട്ടിക്കിടക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തുക. റൈറ്റ്, അതും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണ്. Importance of financial planning: forecasting, avoiding uncertainties, coordination, reduces wastage,
ഈസി ഇവാലുവേഷൻ റൈറ്റ്. കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഫിനാൻസ് ഫംഗ്ഷൻ ഓർ ഫിനാൻഷ്യൽ ഡിസിഷൻ. ഓക്കെ, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഓർ ഫിനാൻഷ്യൽ ഡിസിഷൻസ് റൈറ്റ്. ദെൻ അതിൽ finance, the three important decisions areas of a financial manager is known as finance function. അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യേണ്ട ഫങ്ഷൻസിനെയാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 3 important decision areasനെയാണ് finance functions എന്ന് പറയാം റൈറ്റ്. The finance functions relate to 3 major decisions. Very important. The finance functions relate to 3 major decisions. They are investment decision, financing decision, and dividend decision, right? Investment decision, financing decision, and dividend decision. Okay. Then I will onnamathathu investment decision. Investment decisions are decision related to the selection of asset in which funds will be invested by a firm. എവിടെ ഏത് ഫിക്സഡ് അസറ്റിലാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഫിക്സഡ് അസറ്റും വരാം, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് വരാം റൈറ്റ്. തീരുമാനിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം റൈറ്റ്. അതിൽ ജനറലി 2 types of investment decisions are there: long term investment decision and short term investment decision, right? Long term investment decision, short investment decision. Long term investment decision capital budgeting എന്നും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്ന് പറയുന്നു. ഓക്കെ, അവിടെയും നമുക്കൊരു 1 word ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദ ഡിസിഷൻ റിലേറ്റിംഗ് ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇസ് നോൺ ആസ് ഓക്കെ ഡാഷ് capital budgeting. Short term investment decision working capital decision, right? Then long term fixed investment decision എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള to be invested in which assets the fund of had to be invested. Second one, financing decision. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം നമ്മൾ എവിടെ നിന്ന് അതാണ് ഫിനാൻസിങ് ഡിസിഷൻ. For a firm, എവിടെ നിന്നാണ് ഫണ്ട് കണ്ടെത്തേണ്ടത്? മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഫോർ എ ഫേം ആർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മെയിൻ ബോറോഡ് ഫണ്ട്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ ഓണേഴ്സ് share capital right. Bond fund പറഞ്ഞാൽ include ഇതിന്റെ ഓണേഴ്സ് ഫണ്ട് വേണം, എത്രത്തോളം ബോറോ decisions എന്ന് പറയാം. Then dividend decision. The next decision 3 important decision ആണ് പറഞ്ഞത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, നമ്പർ 2 ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ആ ഡിവിഡൻഡ് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്ന് ചോദിക്കാം. Dividend is that portion of profit which is distributed to shareholders. Dividend is that portion of profit which is distributed to shareholders. Shareholders distribute ചെയ്യുന്ന profit-നെയാണ് dividend എന്ന് പറയാ. A company has to decide how much profit is distribute as dividend and how much to investment in business. Okay, എത്രത്തോളം profit എത്ര ഷെയർഹോൾഡേഴ്സിന് കൊടുക്കണം, എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം എന്നുള്ള തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഡിസിഷൻ. 3 കാര്യങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ 3 ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, കാരണം ഇടയ്ക്ക് കട്ട് ചെയ്തുകൊണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഫിനാൻസ്, ബിസിനസ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, then
ആ ഫിനാൻഷ്യൽ മാനേജറുടെ 3 ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ഏരിയാസ് ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണെന്ന് ചെറിയ രീതിയിൽ പറഞ്ഞു. സ്ട്രക്ചർ, ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള കാര്യം, റൈറ്റ്? ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനകത്ത് എത്രത്തോളം എങ്ങനെയാണ് ദ കമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ആൻഡ് ബോറോഡ് ഫണ്ട്, ഓക്കെ, ഇറ്റ്സ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ ഓർഗനൈസേഷനകത്ത് ഓണേഴ്സ് ഫണ്ടിന്റെയും ബോറോഡ് ഫണ്ടിന്റെയും കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ബോറോഡ് ഫണ്ടിൽ വരിക ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ, പബ്ലിക് ഡെപ്പോസിറ്റ്. ഇവിടെ നമുക്ക് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓണേഴ്സ് ഫണ്ടിൽ ഇപ്പൊ താഴെ പറയുന്നത് ഏതൊക്കെയാണ് ഓണേഴ്സ് ഫണ്ട്, ബോറോഡ് ഫണ്ട് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ. യെസ്. ദെൻ next, capital structure refers to the mix or composition of long-term sources of funds, right? Avade a long-term sources of funds such as equity share capital, preferred share capital, debenture, ഇവയുടെയൊക്കെ structure mixture-നെയാണ് capital structure. In other words, it refers to the of borrowed fund to the owners fund. Borrowed ഫണ്ടിന്റെയും ഓണേഴ്സ് ഫണ്ടിന്റെയും അനുപാതം capital structure define ചെയ്യുന്നത്. Then that proportion of debt and equity which results in increasing the value of equity share may be called optimal capital structure. Okay, avade oru next question expect cheyunu. What do you mean by optimal capital structure? That proportion of debt and equity, that capital structure, that mix of borrowed and owners fund which gives an increase in the value of equity share, or that increase the wealth of the organization, wealth of shareholders in the wealth increase ചെയ്യുന്ന capital mix ഏതാണോ, ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെ മിക്സ് ഏതാണോ, ആ capital structure ആണ് optimal capital structure എന്ന് പറയുന്നത്, right? Then factors affecting choice of capital structure. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കോമ്പോസിഷൻ എത്രയായിരിക്കണമെന്ന് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിൽ കുറെ കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ. കാരണം ക്യാപിറ്റൽ സ്ട്രക്ചർ സിലബസിൽ ഇങ്ങനെയാണ് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഓർ ഫിനാൻഷ്യൽ ലിവറേജ്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട സാധനമാണ്. ദെൻ സെക്കൻഡ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, റിസ്ക് കൺസിഡറേഷൻ, ഫ്ലെക്സിബിലിറ്റി, capital structure of other companies, legal framework or regulatory framework, stock market condition, cash inflows of the business. Okay, ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഓർ അത് ചോദിക്കും. ഓക്കെ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഓർ ഫിനാൻഷ്യൽ ലിവറേജ് ഓർ 3 പേര് പറയാറുണ്ട്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഓർ ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ക്യാപിറ്റൽ ഗിയറിംഗ്. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി refers to the use of fixed income bearing securities. Okay, use of fixed income bearing security, especially debentures, right, in the capital structure of a company with a view to increase return on equity shares. Equity shares in the return increase ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്ത് യൂസ് ചെയ്യുന്നു? ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ദെൻ നമ്പർ 2, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുക. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാന്ന് മീൻസ് എത്രത്തോളം ബോറോഡ് ഫണ്ട് വേണം അല്ലെങ്കിൽ എത്രത്തോളം ഓണേഴ്സ് ഫണ്ട് വേണം എന്ന് ഡിഫൈൻ ചെയ്യും. ബ്രോക്കറേജ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര. അതായത് ചിലപ്പം അത് ആ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാ, അല്ലെങ്കിൽ അത് സെക്യൂരിറ്റിക്ക് ഇഷ്യൂ എമൗണ്ട് ചെലവ് കോസ്റ്റ് ചെയ്യും, അതിനാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയാ. ദെൻ റിസ്ക് കൺസിഡറേഷൻ, മറ്റൊരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസ്ക് കൺസിഡറേഷൻ ആണ്. യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ബിസിനസ്. ആ ഒരു ടേം മനസ്സിലാക്കി വെക്കുക. അതായത് യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദ ബിസിനസ്. ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യും. കാരണം ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്
financial risk refers to a position when a company unable to meet its fixed financial obligation like payment of interest, dividend on preference shares, അതൊക്കെ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അതായത് ഇൻട്രസ്റ്റ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടമാണ്, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. അപ്പൊ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്താൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടും, റൈറ്റ്. റിസ്ക് അതും കൂടി കൺസിഡർ ചെയ്യും. നമ്മൾ കൂടുതൽ ബോറോഡ് ക്യാപിറ്റൽ യൂസ് ചെയ്താൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നല്ലതാണ്, പക്ഷെ റിസ്ക് കൂടുതലാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. Then next, flexibility. The capital structure should be designed in such a way that the company should be able to effect changes as and when required. Flexibility ഒരു factor ആണ്. Then capital structure of other company, മറ്റു കമ്പനികളുടെ capital structure നമ്മൾ റെഫർ ചെയ്യും, right. Then legal framework. The structure of capital of a company is also influenced by the statutory requirement applicable to them. Okay, the structure of capital of a company or organization അതിന്റെ legal framework കൂടി consider ചെയ്യും. Okay, then stock market condition consider ചെയ്യും, right. Cash inflow of the business. Cash inflow എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് റെഗുലർ ആയിട്ടുള്ള ഇൻകം ഉണ്ടോ അഥവാ ഇറഗുലർ ആണോ ഇൻകം. റെഗുലർ ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റും. ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ദി ബിസിനസ്. ദെൻ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയാം, നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ. Then fixed capital represents a long-term investment which is needed to acquire fixed assets like land and building, plant and machinery, vehicles, etc. Fixed capital എന്ന് പറഞ്ഞാൽ a long-term investment which is needed to acquire fixed assets. Fixed asset ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അതായത് ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗും പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ. എന്തൊക്കെയാണ് ഒരു ഫിക്സഡ് ക്യാപിറ്റൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ദെൻ ചോയ്സ് ഓഫ് ടെക്നിക്, ടെക്നോളജി അപ്ഗ്രേഡേഷൻ, ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ഡൈവേഴ്സിഫിക്കേഷൻ, മെത്തേഡ് ഓഫ് അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്, കൊളാബറേഷൻ. ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നേച്ചർ ഓഫ് ബിസിനസ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുക? The nature of business determine how much fixed capital is required. A manufacturing concern needs more fixed capital as compared to a trading concern. അതാണ് ബിസിനസിന്റെ നേച്ചർ എങ്ങനെയാണ്. അതൊരു മാനുഫാക്ചറിംഗ് ബിസിനസ് ആണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ കൂടുതൽ മെഷീനറി ഒക്കെ ആവശ്യമാണ്. സോ ഇറ്റ് റിക്വയർസ് ഹ്യൂജ് ഫിക്സഡ് ക്യാപിറ്റൽ. സാധാരണ ട്രേഡിംഗ് കൺസേൺ ഒരു പലചരക്ക് കടയൊക്കെ ആണെങ്കിൽ, ഒരു സാധാരണ സാധനം വാങ്ങി വിൽക്കുന്ന ഒരു ഷോപ്പ് ആണെങ്കിൽ അത്രത്തോളം ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ട. നേച്ചർ ഓഫ് ബിസിനസ് ചോദിക്കാം, പറയുന്നതിൽ ഏതിലാണ് കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. Then next, scale of operations. Then size of the company. Largest scale ബിസിനസിന് കൂടുതൽ require huge investment in fixed capital, right? അറിയാവുന്നതാണ്. സൈസ് ഓഫ് ബിസിനസ് കമ്പനി, വലിയ കമ്പനികളിൽ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം. ടെക്നോളജി. Highly mechanized and automated industry require large amount of fixed capital, right? ഒന്നും പറയാനില്ല, കൂടുതൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ആണെങ്കിൽ capital വേണം, right? Then technology upgradation. Certain industries assets become obsolete sooner. ചില ടെക്നോളജി അപ്ഗ്രേഡേഷൻ പെട്ടെന്ന് ആവശ്യമായിട്ട് വരുന്നത്, അതായത് പെട്ടെന്ന് ഈ നമ്മുടെ അസറ്റ്സ് ഒക്കെ ഒബ്സൊലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം. Then growth prospects. Higher investment in fixed capital is necessary in the organization in the way of growth and expansion. സാർ നെറ്റ് പ്രോബ്ലം ഇല്ലെങ്കിൽ ക്യാമറ കുറച്ചു നേരം ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ടീച്ചറെ. ആണല്ലേ, കാണുന്നില്ലേ? കാണുന്നുണ്ട്, സാറിനെ കാണുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, ഇത് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താൽ അത് കഴിയും. ഓക്കെ. ശരി. Higher investment in growth prospectus. Higher investment in fixed capital is necessary if the organization in the way of growth and expansion, right? Then diversification.
When a firm diverts its operation to new segments, higher fixed capital requirement arises. Diversification ഉള്ള ഒരു ഓർഗനൈസേഷനിൽ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമാണ്, റൈറ്റ്. Then methods of acquiring fixed asset ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. Collaboration, then കാരണം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായിരിക്കും അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. Then നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ഇതൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Then നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Working capital is that part of capital required for investing in short-term or current assets like inventory, bills receivable, sundry debtors, etc. Right? Working capital എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഇതിൽ ആ ടേം നോക്കുക, വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ളതാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. Gross working capital is the total value of current asset. Gross working capital പറഞ്ഞാൽ total of current asset is called gross working capital. There's a chance of question. Okay, what do you mean by gross working capital? Total of current asset. Total of current asset നെയാണ് gross working capital എന്ന് പറയുന്നത്. On the other hand, net working capital is the excess of current assets over current liabilities. കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ രണ്ട് ടേം ഒന്ന് പഠിച്ചു വെക്കണം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ക്വസ്റ്റ്യൻസ് സാധ്യതയുണ്ട്, റൈറ്റ്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ operation, seasonal operation, business cycle, production cycle, credit allowed, child, അത് സ്ലൈഡ് ചെയ്യാം, നിങ്ങൾ അത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം, റൈറ്റ്. സാറേ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല സാർ. ഓക്കെ ഓക്കെ കേൾക്കുന്നില്ല സാർ, ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ല സാർ. സ്റ്റോപ്പ് ചെയ്തോ? ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം സാർ. ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ട് സാർ? സന്ദീപ് സാർ? കാണാം സാർ, കാണാം. ഓക്കെ, യെസ്. നമ്മള് ഈ ടോപ്പിക് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മീനിങ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇത് പലപ്പോഴും ആ മീനിങ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് നിർത്താം. കമ്പനീസ് വിത്ത് ഹയർ ഗ്രോത്ത് പാറ്റേൺ ആർ ലൈക്ലി ടു പേ. അതായത് ഹയർ ഗ്രോത്ത് പാറ്റേൺ ഉള്ള കമ്പനികൾ എങ്ങനെയുള്ള ഡിവിഡൻഡ് ആയി കൊടുക്കുക? പേ ലോവർ ഡിവിഡൻഡ്, pay higher dividend, dividends are not affected by growth consideration, none of the above, right? Company with higher growth pattern ഉള്ള ഒരു കമ്പനി കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുവോ അല്ല കുറവ് ഡിവിഡൻഡ് കൊടുക്കുവോ, ഡിവിഡൻസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഗ്രോത്ത് കൺസിഡറേഷൻ, നൺ ഓഫ് ദി അബോവ്. ഇതിൽ ഡയറക്റ്റ് അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഇന്ന് എന്താണ് ഡിവിഡൻഡ് അല്ലെങ്കിൽ എന്താണ് ഈ ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ള ചോദ്യം അല്ല ചോദിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ ഉള്ള ഒരു കമ്പനിയിൽ അവർ താഴെ പറയുന്നത് ഏതായിരിക്കും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഗ്രോത്ത് പാറ്റേൺ ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ കൂടുതൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആവശ്യമാണ്, റൈറ്റ്? കൂടുതൽ എന്ത് വേണ്ടി വരും? ഗ്രോത്ത് പാറ്റേൺ അല്ലെങ്കിൽ ഗ്രോത്ത് എക്സ്പോഷർ ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്? കൂടുതൽ റീറ്റെയിൻഡ് ഏർണിംഗ് ആവശ്യമുണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സ് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് കുറക്കണം. സോ ദ ആൻസർ ഈസ് പേ ലോവർ ഡിവിഡൻസ്. ഓക്കെ, കമ്പനി വിത്ത് ഹയർ ഗ്രോത്ത് പാറ്റേൺ ജനറലി പേ ലോവർ ഡിവിഡൻഡ്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഹയർ ഡിവിഡൻഡ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ കമ്പനീസ് വിത്ത് ഹയർ ഗ്രോത്ത് പാറ്റേൺ ആർ ലൈക്ലി ടു പേ ലോവർ ഡിവിഡൻസ്, റൈറ്റ്? Then
Second question, financial leverage is called favorable. Okay, financial leverage is called favorable if return on investment is lower than cost of debt, return of investment is higher than debt, debt is easily available if the degree of existing financial leverage is low. നമ്മൾ പറഞ്ഞു നമ്മളിപ്പം ഈ എക്സാമിനൊക്കെ പഠിക്കുന്നത് അത്ര ഈസി ആയിട്ട് പഠിച്ചാൽ കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഒരു ചാപ്റ്റർ. കാരണം ഫിനാൻഷ്യൽ കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് പോവേണ്ട ഒരു ടോപ്പിക്കാണ്. ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് കോൾഡ് ഫേവറബിൾ ഇഫ് return on investment is lower than cost of debt, return on investment is higher than cost of debt. Okay, return on investment higher than cost of debt ആവുമ്പോഴാണ് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം if the return on investment is lower than cost of debt, cost of debt-നേക്കാളും കുറവാണ് return on investment എങ്കിൽ നമുക്ക് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്, ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അതൊരു ഫിനാൻഷ്യൽ റിസ്കിലേക്ക് ലീഡ് ചെയ്യും. സോ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുള്ള ഒരു ഫേം എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ എന്ന് പറയാൻ പറ്റുക. റൈറ്റ്. Then third, higher debt equity ratio results in, higher debt equity ratio results in, കൂടുതൽ debt equity ratio എന്തിലേക്ക് നയിക്കും, low financial risk, high degree of operating risk, high degree of financial risk, higher EPS. Right. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പറഞ്ഞാൽ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ റിസ്ക് കൂട്ടിയായ. റൈറ്റ്. നെക്സ്റ്റ്, ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ യൂഷ്വലി റിസൾട്ട്സ് ഇൻ, higher working capital usually results in higher current ratio, higher risk and higher profit. നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ നോക്കുക. നമ്മൾ ഇത് പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകുന്നുണ്ടെങ്കിലും അത്രയും കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത്. ഓക്കെ, ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ usually results in, higher working capital usually results in higher current ratio, higher risk. Working capital എന്ന് പറഞ്ഞാൽ കൂടുതൽ കറന്റ് അസറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. കറന്റ് അസറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് അർത്ഥം. ഓക്കെ, കറന്റ് അസറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ higher answer D, lower equity, lower risk and higher profits. Right. Then fifth one, a fixed asset should be financed through, a fixed asset should be financed through long-term liability, a short-term liability, a mix of long and short-term liability. None of this. Arya fixed asset ആകുമ്പോൾ long-term liability അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റലിലൂടെ മീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. സോ ലോങ് ടേം ലയബിലിറ്റി ആണ് ആൻസർ. Then sixth one, current assets of a business firm should be financed through, current assets of the business should be financed through better current liability only ആണ്. റൈറ്റ്, ബെറ്റർ ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. റൈറ്റ്. Better current liability only, both as long term and short term liabilities. Okay, both long and short term liability കൂടി യൂസ് ചെയ്യാം. റൈറ്റ്, ബട്ട് ബെറ്റർ ഓപ്ഷൻ ആണ് തെരഞ്ഞെടുക്കേണ്ടത്. Then 7, the dash is the minimum rate of return of the company it must earn to meet the expenses of various categories of investors. The dash is the minimum return of the company it must earn to meet the expenses of various categories of the investors. വിവിധ കാറ്റഗറി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. റൈറ്റ്, ആൻസർ 7 ബി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാ. റൈറ്റ്. Then the dash refers to the degree to which a firm has built in fixed cost due to its particular or unique production process. Right. അങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലുണ്ട്. സോ അത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. 10-25ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ ഉള്ള ടൈം ഇല്ല. ഓക്കെ, സന്ദീപ് സർ. ഓക്കെ സർ, സാറിന്റെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ സാർ ഇപ്പൊ കേൾക്കാലോ? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ സെഷൻ അപ് ടു 9 o'clock ആണ്. ഇപ്പോ ടൈം ഏകദേശം ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒഫീഷ്യലായിട്ട് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.
ആദ്യമായി ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന സോജി ചാക്കോ സാർ അതുപോലെ സുപ്രീത് സാർ രണ്ടുപേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ CGAC ഫാക്കൽറ്റീസ് ആയിട്ടുള്ള പ്രിയ മാഡം, മില്ലറ്റ് സാർ, മറ്റു ടെക്നിക്കൽ സപ്പോർട്ട് ടീം ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബിസിനസ് സ്റ്റഡീസിലെ ടീം അംഗങ്ങളായിട്ടുള്ള പ്രസന്ന കുമാരി മാഡം, ടീച്ചർ ഓൺലൈനായിട്ടുണ്ട് ഇപ്പോഴും. അതുപോലെ CGAC കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ പുഷ്പലത മാഡം ഉണ്ടായിരുന്നു കുറച്ച് സമയം നമ്മുടെ കൂടെ. അതുപോലെ മറ്റു അംഗങ്ങളായിട്ടുള്ള രാജേന്ദ്രൻ സാർ, രാജേഷ് സാർ, എല്ലാവർക്കും പേര് വിട്ടുകൊണ്ട് ക്ഷമിക്കുക. എല്ലാവർക്കും, അതുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. പ്രിയ മാഡം സ്റ്റോപ്പ് ചെയ്യാലോ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു.